ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ. ഞാൻ മുത്താണ്. ആ ഇവിടെ വെളുപ്പിലെത്തി. ഉടനെ അങ്ങോട്ട് പോവാണ്. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. എന്ത് വന്നാലും ഞങ്ങൾ അവനെ പൊക്കിക്കൊണ്ടേ വരൂ. ഓക്കെ? മുതലാളി പറഞ്ഞു വിട്ടതാ ഇന്നെ കൂട്ടുകൊണ്ടില്ല. എന്താണ് ഇത്? കൈയെടുക്ക്. മുതലാളിയോട് ചെന്ന് പറഞ്ഞേക്ക് ഇനി ആവക പണിക്ക് ഞാനില്ലെന്ന്. ശരി, വേണ്ട. മുതലാളി കണ്ടിട്ട് പോയിക്കൂടെ? എന്തിന്? 5 കൊല്ലത്തെ ശിക്ഷയ്ക്ക് നന്ദി പറയണം. ഈ കേസിൽ മുതലാളി മാക്സിമം ട്രൈ ചെയ്യുക. പക്ഷെ പോലീസിന്റെ സൈഡ് സ്ട്രോങ് ആയതുകൊണ്ട് ഒത്തുചൊല്ലു. അതെ, അങ്ങനെ അങ്ങ് പോയാലോ? ഉണ്ണിത്താ മുതലാളിയെ നിനക്ക് ശരിക്കും അറിയാലോ. കൈയെടുക്കടാ. ഈ ടാക്സി സ്റ്റാൻഡ് എവിടെയാ? ആ സൈഡില്. സൈതാലിക്കല വണ്ടി എവിടെ? സൈതാലിക്ക് ഓട്ടം പോയേക്കാണ്. എവിടെ പോവാനാ? വരുമ്പോ ബെന്നി വന്ന് അന്വേഷിച്ചെന്ന് പറയണം. ലോങ് ഓട്ടാണ് പോയേക്കണത്. വരുമ്പോ വൈകും. വന്നാ തന്നെ ഇനി സ്റ്റാൻഡിലോട്ട് വരുമെന്ന് തോന്നണില്ല. വീട്ടിൽ കാണും. ഏതായി പാർട്ടി? നമ്മുടെ ഉണ്ണിത്ത മുതലാളിയില്ലേ, അയാളുടെ ആളാ. ജയിലിലാണെന്നാ കേട്ടത്. ഇതിപ്പോ വിട്ടതാണോ ചാടിയതാണോന്ന് ഭഗവാൻ അറിയാം. എനിക്ക് അപ്പഴേ അറിയാം അവൻ വരില്ല എന്ന്. തന്ത്രപരമായി വേണം അവനെ കെണിയിലാക്കാൻ. എന്നാലേ നമ്മളെ വെട്ടി ചവം കൊണ്ടുപോയ സ്വർണം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റൂ. 1 2 അല്ല, 8 ലക്ഷത്തിന്റെ ചരക്ക. അല്ല, ബലപ്രയോഗം നടത്തി ബെന്നിയെ കൊണ്ടുവരേണ്ട കാര്യമില്ലെന്ന് മുതലാളി പറഞ്ഞത് മാത്രമാ. സൂത്രത്തിൽ അവനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക. ഒളിപ്പിച്ചു വെച്ച സ്വർണം അവൻ പൊക്കുന്നതും നമ്മൾ അവനെ മുക്കുന്നതും ഒരുമിച്ചായിരിക്കണം. അവന്റെ ശവം പോലും പിന്നെ ആരും കാണരുത്. മുതലാളി, ഇവർ അയാളെ കൊന്നുവന്ന ആ ശവം മറവ് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. അയ്യോ, ഒത്തിരി മുമ്പിന്ന് പോയി അവനെ ഫോളോ ചെയ്യാൻ നോക്ക്. ആദ്യം അവൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാലേ ഫോളോ ചെയ്യാൻ പറ്റൂ. അയ്യോ എന്റെ ദൈവമേ, ആദ്യം അവനെ ഫോളോ ചെയ്തിട്ട് പിന്നെ എവിടെയുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ആ, ഒരു കാര്യം തീർച്ച, ഇവിടെ എത്തിയാൽ അവൻ സൈതാലിയെ കാണാതെ പോവില്ല. പെണ്ണും പെടുക്കും ഒക്കെ ആയ പിന്നെ ഉണ്ണിത്താ മുതലാളുടെ ഓട്ടം നമ്മൾ വേണ്ടാന്ന് വെച്ച് പോലീസിനെ പിടിച്ച് മേടിച്ച് കള്ളച്ചേർക്കും കൊണ്ട് ഓടിയിട്ട് അർഷസിന്റെ സുഖത്തിന് മെച്ചം. ഉറുപ്പത്ത് ഉണ്ടായിട്ടെന്താ? ആസ്പത്രി കൊടുക്കാനേ നേരമുള്ളൂ. അല്ല, കസ്റ്റഡിയിലാവുമ്പോ അതിന്റെ അടുത്ത് എത്ര ഉറുപ്പേന്റെ ചരക്കുണ്ടായിരുന്നു? പോലീസിനാണെങ്കിൽ 2 ലക്ഷം, ഉണ്ണിത്താന്റെ കണക്കിലാണെങ്കിൽ 10. ബാക്കി 8 ലക്ഷത്തിന്റെ മുതല് നീ എവിടെയോ അമുക്കിന്നാ ഉണ്ണിത്താൻ പറയണേ. നിനക്കറിയോ, ഇവിടെ വന്ന് നമ്മളെ കുറെ ക്രോസിസ്ഥാനം ചെയ്ത്. സത്യം പറ, നീ എവിടെയാ അമുക്കിയേ? ബാക്കി 8 പോലീസുകാർ തന്നെ അമുക്കിയതാ. പഠിച്ചോനെ, അത് കൊള്ളാലോ. അപ്പോഴേ ഭർത്താൻ പറഞ്ഞോണ്ടിരിക്കാണ്ട് ഇത്തിരി ചോർട്ട് കൊടുക്കുന്നു.
മതി. ജയിലിൽ കിട്ടുന്ന അത്ര ടേസ്റ്റ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എന്നാലും കുടമ്പുളിട്ട് വെച്ച മത്തിയാ. ഞാൻ എഴുന്നേക്കട്ടെ. എന്താണ്ട് ജയിലിൽ പോയിട്ട് നിനക്ക് കുറെ ഫോർമാലിറ്റീസ് ഒക്കെ. ആളൊരു പാവാ. അല്ല, ഇനിയിപ്പോ എന്താ നിന്റെ അടുത്ത പരിപാടി? ബാങ്കിൽ കുറച്ച് പൈസ കിടപ്പുണ്ട്. അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അതും വാങ്ങിച്ച് നാട് വിടണം. എങ്ങോട്ട്? എങ്ങോട്ടൊന്നുമില്ല, ഇവിടെ നിന്നാൽ ശരിയാവില്ല. പരിചയമുള്ളവർക്കൊക്കെ എന്നും ഞാൻ നോട്ടപ്പുള്ളിയായിരിക്കും. എല്ലാം നിർത്തിയെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ഗതി കിട്ടാതാവുമ്പോ പിന്നെയും ചുറ്റിത്തിരിഞ്ഞ് ഉണ്ണിത്താൻ്റെ അടുത്ത് തന്നെ ചെന്ന് പെടും. വേണ്ട, ഓണം എങ്ങോട്ടെങ്കിലും. ഒരു കണക്കിന് അതാ നല്ലത്. മനസ്സിലെങ്കിലും ഒരു സമാധാനം ഉണ്ടാവുമല്ലോ. അതെ, ഇത് പിടിക്ക്. പോയി പായ എടുത്തോണ്ട് വരാം. സാധാരണ നേരത്ത് കിടന്നു തുടങ്ങുന്നത് നിനക്ക് എന്തെങ്കിലും പെരുന്നാലാവോ? കിടന്നു നോക്കിക്കോ. മോനെ ഞാനൊന്ന് എടുത്തോട്ടെ സീതാലിക്ക. എന്താ എന്റെ പേര്? മമ്മൂട്ടി. കരയല്ലേ, കരയിക്കോ. വീഡിയോ ഉള്ളൂ. ഇത് തന്നെ ഓളെ കണ്ണിട്ട് ചൊളിപ്പിച്ചാണ് ഞാനിവിടെ. ഞാൻ വലിയ നിർത്തി. നേരോ? പറച്ചോനെ, നമ്മൾ എന്താണ് കേൾക്കുന്നത്? സത്യം പറഞ്ഞാൽ നീ ജയിലിൽ പോയത് നന്നായി. കുറെ ദുശീലങ്ങളൊക്കെ മാറി കിട്ടിയല്ലോ. വീട് വഴി മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളും കരുതുന്നു കുറെ നാള്. അതുപോട്ടെ, ഇനി ഒറ്റാന്തലേക്ക് നടക്കാനാണോ വിചാരം? നീ എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. മനസ്സിലായി. കഴിഞ്ഞൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. കൊതിച്ചത് കിട്ടൂല. പടച്ചോൻ ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. അതെ, വർത്താനം പറഞ്ഞിരുന്ന് നേരം വെളുപ്പാക്കണ്ട, വന്ന് കിടക്കാൻ നോക്കി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില ഉത്തരവുകൾ ഇടുന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ആള് വെറും പാവാ. എന്നാ നീ കിടന്നു. അപ്പൊ ഗുഡ് നൈറ്റ്. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഇന്നു മുതൽ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങുകയാണ് ഞാൻ. ഈ കല്ലറയ്ക്കകത്ത് വല്ലതായിരിക്കുമോ അവൻ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കല്ലറ പൊളിച്ചു നോക്കിയാലോ? മന്ദ, സ്വർണ്ണം ഉണ്ടെന്ന് ഉറപ്പ് വരുന്നതിന് മുമ്പ് കല്ലറ പൊളിക്കുന്നത് കിഴങ്ങ് വല്ലാതെന്ന് അറിയാൻ വേണ്ടി ചെടി പിടിച്ച് നോക്കുന്ന പോലെ ഇരിക്കും. കല്ലറ കിഴങ്ങ്. ஆமா, அப்புறம் வீட்டுல குழந்தை குட்டிங்க எல்லாம் சௌக்கியம் தானே? எனக்கு குழந்தை இல்லை, குட்டி அப்புறம் ஏன் அவங்க யாரு அவன்? கடவுளே. പുതിയ സെക്യൂരിറ്റിയോ? വേലപ്പന്മാരെ വീണ്ടും ഇവിടെ സ്ഥലം മാറ്റിയോ? കണ്ണ് കണ്ടോടെ എനിക്ക് സർക്കിൾ ഇൻസ്പെക്ടറും സെക്യൂരിറ്റി ഗാർഡിനെയും കണ്ട തിരിച്ചറിഞ്ഞൂടെ? സോറി സാർ, കാക്കി ഇട്ടുകൊണ്ട് ഇവിടെ ഇങ്ങനെ നിന്നപ്പോ ഇതാണ് സാർ പറയുന്നത്. പോലീസുകാർക്ക് മാത്രമേ കാക്കി കൊടുക്കാവൂ. ഇത് ഓട്ടോക്കാരനും സെക്യൂരിറ്റിക്കും കണ്ടക്ടർക്കും തോട്ടിക്കും അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിക്കും എല്ലാം കാക്കിയാകുമ്പോ ഈ ജാതി കൺഫ്യൂഷൻസ് വരും. അത് കാക്കിയുടെ കുഴപ്പമല്ല, ആൾക്കാരെ കണ്ട തിരിച്ചറിയാനുള്ള കോമൺ സെൻസ് വേണം. എന്താ എന്റെ പേര്? മിസ്റ്റർ അനന്തകൃഷ്ണ സ്വാമി, വൈസ് 50, ആലമൻഡ് അലർട്ട് കമ്പനി ജനറൽ മാനേജറാണ്. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടി പണം എടുക്കാൻ വന്നതാണ്. ഓഫീസ് നമ്പർ 69546. തന്റെ പേര് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ സ്നേഹിത. ഈ കാക്കിക്കുള്ളിൽ തമാശക്കാരെ ഇരിപ്പുണ്ടല്ലേ? തന്റെ ഈ കളി എന്നോട് വേണ്ട. സോറി സാർ, ബാങ്കിനകത്ത് കുഴപ്പക്കാരെങ്കിലും ഉണ്ടോ? എന്താ
അല്ല സാറിവിടെ യൂണിഫോം ഇട്ട് നിൽക്കുന്നുണ്ട് ചോദിച്ചാണ്. എസ് പി അദ്ദേഹത്തുണ്ട്. അദ്ദേഹമാണോ കുഴപ്പക്കാരൻ? സോറി സർ, ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഐ വിൽ എക്സ്പ്ലെയിൻ. വേറെ വാചക അടിച്ച് നിൽക്കാണ്ട് പാൻ എടുത്തിട്ട് പോടോ. താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, വർക്ക് ഈസ് വർഷിപ്പ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സി ഐ പറഞ്ഞു സാറോട് ഉണ്ടെന്ന്. അനന്തകൃഷ്ണ സ്വാമി വയസ്സ് 50. സാറിന്റെ വയസ്സെന്താ? പരുക്കനാ. ഇന്ന് ഉച്ചയ്ക്ക് നീ എങ്ങനെയും ക്യാഷ് ലീവ് എടുക്കണം. 3 മണിക്ക് ഞാൻ അവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ടുള്ള. ശരി. സാർ എന്തിനാ എപ്പോഴും ബാങ്കിൽ നിന്ന് ഇങ്ങനെ കാശ് പിൻവലിക്കുന്നത്? ഒഴുകി തിന്നാൻ. അതാണ് എന്തിനാണോ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കുന്നത്? സാർ എന്നെ തെറ്റിദ്ധരിച്ചു. സാറിന്റെ ചിലവുകൾ കുറച്ചുകൂടി നിയന്ത്രിച്ചൂടെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നാ ആദ്യമേ ഞങ്ങൾ ചോദിച്ചൂടെ? ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ സാറ് പെൻഷൻ പറ്റി വലിയൊരു കടക്കാരനായി മാറി ഞങ്ങളോടൊക്കെ കാശ് കടം ചോദിക്കും എന്നുള്ള പേടി കൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. നോൺസെൻസ്. യെസ് സർ. ബെന്നി, എന്ന് റിലീസായി? ഇന്നലെ. എന്താ ഇവിടെ? ബാങ്കിലെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമായിരുന്നു. പല ചുറ്റിക്കളിയൊന്നുമില്ലല്ലോ? ഇല്ല സർ. വെറുതെ എന്റെ കൈക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത്. ഏതാ ഈ കക്ഷി? പഴയ ശ്രീനിവാസ ജൂബിലി കേസിലെ പ്രതിയാ. ഉറുപ്പ് സാർ ഉണ്ടായിരുന്നപ്പോഴാ പൊക്കിയത്. 5 വർഷം കഠിനമായിരുന്നു. കഷ്ടം. നല്ലൊരു ചെറുപ്പക്കാരൻ. ആള് ഗ്രാജുവേറ്റാ. അയ്യോ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ രാഷ്ട്രീയക്കാരന്റെ കൊണ്ടുപോയിരുന്നു. പഠിത്തം കഴിഞ്ഞപ്പോ മുതലാളിമാർ ഏറ്റെടുത്തു. പിന്നെ ഫുൾ ടൈം കൊണ്ടുപോയി. പിടികൂടുന്ന സമയത്ത് നമ്മുടെ ഉണ്ണിത്താനായിരുന്നു. പക്ഷെ കോടതിയിൽ ചെന്നപ്പോൾ ഇവനയുടെ പേര് പറഞ്ഞില്ല. ഇവനെ രക്ഷിച്ചോളാമെന്ന് ഉണ്ണിത്താൻ നേരത്തെ വാക്ക് കൊടുത്തിരുന്ന. ഇടപെട്ടാൽ കുടുങ്ങുമെന്ന് വന്നപ്പോൾ അയാൾ കൈകഴുകി. അയ്യോ, ഇങ്ങനെയുള്ള സങ്കടകരമായ കാര്യങ്ങൾ കേൾക്കുമ്പോ ഈ കാക്കി മാറ്റി കാവ്യാക്കിയാലോ എന്ന് ആലോചിക്കുക. യൂണിഫോം കാവ്യാക്കുന്നു എന്താ പ്രയോജനം? അല്ല സാർ, ഞാൻ സന്യസിക്കാൻ പോണ കാര്യം സാറിനോട് ഒരു അക്കൗണ്ട് ക്ലോസ് ചെയ്യണമായിരുന്നു. കണ്ടേക്കൂ. ഓക്കെ മാനേജർ സർ. എന്താ വിശേഷാക്ഷി? സൗഖ്യം തന്നെ? ഗുഡ് മോർണിംഗ് മിസ്റ്റർ രാമേന്ദ്രൻ. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു മിസ്റ്റർ ജെയിംസ്? സാവിയർ ഫൈൻ. 5 ലക്ഷം. ₹10 ഒറ്റനോട്ട് വേണം. താഴെ വല്ല പെട്ടിക്കടയിലും പോയി വാങ്ങിക്കൂടെ? അവരും ഇവിടെ നിന്നാണ് ചില്ലറ മറന്നെന്ന് പറഞ്ഞു. എന്നാ വെയിറ്റ് ചെയ്യേ. ഓക്കെ അല്ലേ? ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ. ടോക്കൺ 23. സെൻട്രൽ പോലീസ് സ്റ്റേഷൻ. ഹെഡ് കോൺസ്റ്റബിൾ കുഞ്ഞീഷോ ഹിയർ. അടിച്ചോ? ഉറപ്പാണോ? 5 ലക്ഷോ? പുള്ളിക്കാരന് ലോട്ടറി അടിച്ചു എന്നാ തോന്നുന്നത്. തട്ടിപ്പറിച്ചോടുമ്പോ പ്രതി എവിടെയായിരുന്നോ? ശരി ശരി.
എന്താ സാറേ? ധനശ്രീ ബാങ്കിൽ നിന്ന് ഒരുത്ത 5 ലക്ഷം തട്ടിപ്പറിച്ചോണ്ട് ഓടിയാണ്. ശരിയായ പ്രതി കിട്ടിയില്ലെങ്കിൽ ഈ കേസ് മുന്നേ വില വെച്ച് കിട്ടും. സ്റ്റേഷനിൽ CIയും SIയും ഇല്ലാത്ത സമയം നോക്കി ബാങ്ക് തട്ടിപ്പറിക്കണമെങ്കിൽ അവൻ എത്ര പഠിച്ച കള്ളനായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കള്ളന്മാരൊക്കെ നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരാ സാറേ. അയ്യോ, തന്നോട് സംസാരിച്ച എന്റെ തലയ്ക്ക് വട്ടുകൂടും. SP ഒന്ന് വിളിച്ചു നോക്ക് സാറേ. ആ കാട്ടുമാക്കാൻ ഇപ്പൊ കോട്ടേഴ്സിൽ കാണുമാവോ? ഹലോ, യെസ് SP ഹിയർ. ഞാൻ HC കുഞ്ഞീഷാണ് സാർ, ധനശ്രീ ബാങ്കിൽ നിന്ന്. എപ്പോ? ഓഹോ, ഐ സി. SI നമ്മുടെ SI ESIക്ക് പോയിരിക്കുക സാർ. CI ബാലചന്ദ്രൻ നായരോ? അദ്ദേഹം അനാഥാലയത്തിൽ മിഠായി വിതരണത്തിന് പോയിരിക്കുക. ഓ, SI കുഞ്ഞീശയോ? പുള്ളി ഞാനാണ് സാർ കുഞ്ഞീഷോ. ഓ, സോറി. താനേ ആ ജീപ്പ് എടുത്തുകൊണ്ട് വാ. വില എടുക്കണോ സാർ? വേണ്ട, താനത് പുഴുങ്ങി തിന്നോ. ആ സാർ. ഇങ്ങോട്ട് മാറി വരത്തലയാ. ധനശ്രീ ബാങ്കിൽ നിന്ന് 5 ലക്ഷവും തട്ടിക്കൊണ്ട് ആരോ ഓടിയെന്ന്. ഓടിയത് അവൻ തന്നെയായിരിക്കും. ആ ബെന്നി. അവനെ അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നില്ല. അപ്പൊ തന്നെ അവനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ മോഷണം നടക്കുമായിരുന്നോ? സമ്മതിച്ചു. നീ ആ പിണ്ണാക്ക് കേശവലയുടെ മകള് തന്നെ ഒഴുകി തിന്നാൻ നീ എന്റെ സ്റ്റിക്കും ആ ചാപ്പ് കൊടുക്കണം. അപ്പോ വീണ്ടും തുടങ്ങിയല്ലേ സാർ? ഇപ്പം ബാങ്കിൽ നിന്ന് ഒരാളുടെ പണം തട്ടിപ്പറിച്ചോണ്ട് ഓടിപ്പോ ഞാൻ പിടിക്കാൻ ഓടിച്ചതാ. വേണ്ടിപ്പോരുത്. 5 വർഷം ജയിലിൽ കിടന്ന് പോരല്ലേ സാർ? എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ചോദിക്കണം സാർ. ഞാൻ ബാങ്കിൽ നിന്ന് ഒരാളുടെ കാശ് തട്ടിപ്പറിച്ചോണ്ട് ഓടിയപ്പോ ഞാൻ പിടിക്കാൻ കൂടെ ഓടിയതാ. ഞാനല്ല, ഇവനാണ് കള്ളൻ. അല്ല സാർ, ഇവനാണ്. അവനെ വിടാൻ മര്യാദയ്ക്ക് സറണ്ടർ ആകുന്നതാണ് പറഞ്ഞത്. ഇല്ല, ഇനി എന്നെ കള്ളനാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പണം ബാങ്കിൽ പോയിരിക്കും. എന്നെ വിടണം സാർ. ഞാൻ കള്ളനല്ലെന്ന് ഞാൻ തെളിയിച്ചോളാം. ശാരദ എന്റെ റിവോൾവർ. ഇങ്ങോട്ട് മാറി. എന്റെ അമ്മേ. ഇവരെ കണ്ടിട്ടൂടെ? ആ കള
സാർ വീട്ടിൽ വഴക്കമില്ലെന്നാണോ സാറേ? ആരാ അവിടുത്തെ പെട്ടി എടുത്തോണ്ട് ഓടിയത്? കേരളത്തില് വിട്ടോ. തിരിച്ചേൽപ്പിക്കാതെ പണം തട്ടിപ്പൊറിച്ചിട്ട് എന്നെ കള്ളനാ കൊല്ലണം. മര്യാദ കേറാനാ പറഞ്ഞത്. പട്ടി വീടില്ലടാ നിന്നെ. നന്നാന്ന് വിചാരിച്ചാലും നീ ഒന്നും സമ്മതിക്കില്ലടാ. എടാ 5 കൊല്ലം ശരിക്കും അനുഭവിച്ചവനാടാ ഞാൻ. ഇനി നീ കാരണം ഒരു 5 കൊല്ലം ഇല്ല. നിന്നെ പോലീസിൽ ഏൽപ്പിക്കാതെ എനിക്ക് ജീവിക്കാൻ ഒക്കില്ലടാ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എനിക്കൊന്നും കേൾക്കണ്ട. കേട്ടേ പറ്റും. എനിക്കിതില് 1 ലക്ഷം രൂപ മതി. ബാക്കി താഴെ എടുത്തോ. ഒരാഴ്ച കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ പോലീസിന് പിടികൊടുക്കുകയും ചെയ്യാം. എന്റെ പെങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാ ഞാനിത് ചെയ്തത്. എന്നെ പ്രതീക്ഷിച്ച് അവൾ ആശുപത്രി കിടക്കുക. അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഞാൻ എവിടെ വേണോ വരാം. അതുവരെ എന്നെ തടയരുത് പ്ലീസ്. ഓപ്പറേഷൻ നടന്നില്ലെങ്കിൽ എന്റെ പെങ്ങള് ബോധക്കേടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ട് ഒരു ബോധക്കേട്. ഡോക്ടർ എന്ത് പറയുന്നു? ഒന്നും പറയാൻ പറ്റില്ല. മനുഷ്യന്റെ അവസ്ഥയല്ലേ. മെഡിക്കൽ സയൻസിന് അജ്ഞാതമായ എത്രയോ പുതിയ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. തൽക്കാലം ഡിസ്റ്റർബ് ചെയ്യണ്ട, റെസ്റ്റ് എടുക്കട്ടെ. ഇതിനു മുമ്പ് ഇങ്ങനെ ബോധക്കേട് വന്നിട്ടുണ്ടോ? എന്നെ പെണ്ണുവാക്ക വന്നപ്പോ ഇങ്ങനെ എന്റെ ബോധം കെട്ടു. പക്ഷെ അന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ബോധം തെളിഞ്ഞു. വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഇതുപോലെ? ഇവരുടെ അപ്പാവൊക്കെ കൂടെ കൂടെ ബോധം പോകും. പക്ഷെ അത് മദ്യപാനം കഴിച്ചിട്ടാ. ഓക്കെ
ബോധം തെളിഞ്ഞാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അറിയിക്കാം സർ. அத்தா அவங்க போயாச்சு. பார்த்துட்டு நிக்காத இழுத்து மேல போய் காமாட்சி. ஆமா, எத்தனை நாளைக்கு இங்க போதையில அடிச்சு கிடக்காம போகணும்? போலீஸ் அவனை பிடிக்கிற வரைக்கும். ஆனா ஒரு சின்ன ப்ராப்ளம் இருக்கு. சொல்லி தோலை. டாக்டர் சொல்லியாச்சு, பேப்பட்டி கடிச்சா கூட இந்த மாதிரி போதக்கேடு வருவன்னு. அது நிஜமாவே போதம் கிடும். ஆமா, நீ எதுக்கு பேப்பட்டியை என்னையும் கனெக்ட் பண்ற? உங்களோட வயிற்றுல பொக்குள்ள சுற்றும் 14 இன்ஜெக்ஷன் போடணும்னு டாக்டர் പറഞ്ഞു. பொக்கலா? கடவுளே, என்னோட பொக்கு. അത്താ, 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 ഡോക്ടർ. തൊഴിലാളികൾക്ക് ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ, അവർക്ക് ശമ്പളം കൊടുത്തല്ലേ പറ്റൂ. സ്വാമി തന്നെയാണോ സ്ഥിരമായ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുക്കാൻ പോറില്ല? ഇത് രണ്ടുപേരും കൂടിയുള്ള ഒരു ഒത്തുകളിയാണെന്ന എന്റെ ബലമായ വിശ്വാസം. ഒരുത്തൻ തട്ടിപ്പറിച്ചോണ്ട് ഓടുക, അവനെ പിടിക്കാനെന്ന മട്ടിൽ മറ്റവൻ പിറകെ ഓടുക. അവരിൽ ഒരുത്തൻ ഞങ്ങളുടെ ലിസ്റ്റിൽ നേരത്തെ ഉള്ളവനാ. അവനെ ലാക്കാക്കിയാണ് ഞങ്ങളുടെ നീക്കം. എനിവേ, എത്രയും വേഗം അവരെ കസ്റ്റഡിയിലെടുത്ത് എന്റെ പണം തിരിച്ചു കിട്ടാനുള്ള ഏർപ്പാട് താങ്കൾ ഉണ്ടാക്കണം, പ്ലീസ്. ഞാൻ പരമാവധി ശ്രമിക്കാം. താങ്ക് യു. മുതലാളിണ്ടോ? അകത്തുണ്ട്. എന്തായി? വല്ല വിവരവും കിട്ടിയോ അവന്റെ? മുതലാളി ഞങ്ങളോട് ക്ഷമിക്കണം, ബെന്നി കടന്നു കളഞ്ഞു. അപ്പൊ എന്റെ സ്വർണ്ണോ? അതും കൊണ്ടാ പോയത്. വേറൊരുത്തനും കൂടെ അവർ കൂട്ടുകിട്ടിട്ടുണ്ട്. രണ്ടുപേരും ചേർന്ന് ഒത്തു കളിച്ച് പെട്ടിയും കൊണ്ട് കടന്നു കളഞ്ഞു. എവിടുന്ന അവന്മാര് സ്വർണം പൊക്കിയത്? ലോക്കറിൽ നിന്നാവാനേ വഴിയുള്ളൂ. നാട് വിടുന്നതിന് മുമ്പ് അവരെ പിടിച്ച് എന്റെ മുമ്പിൽ കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാത്തിനും കൊന്നുകളയും ഞാൻ. എന്റെ ദൈവമേ! എന്താണ് ഇത്? You are suspended. No explanation. സാർ, ബാലേന്ദ്രൻ എവിടെ? റൂമിലുണ്ട് സാർ. ഞാൻ വന്ന് അറിഞ്ഞില്ലേ? എന്തോന്ന് പുഴുകത്തില്ലേ അയാളകത്ത്? വ്യക്തമായിട്ട് അറിയില്ല സാർ. ശരൺ, എടോ, മേലുദ്യോഗസ്ഥന്റെ പവർ കാണിക്കാതെ കീഴിലുള്ള CSI കാണാൻ ഞാൻ ഇങ്ങോട്ട് വരുന്നൂടാ. അത് ഇതുവരെ എനിക്ക് പിടികിട്ടാത്ത കാര്യമാണ് സാർ. തനിക്ക് പിടി കിട്ടില്ലല്ലോ. യു ആർ എ ഫൂൾ. യെസ് സാർ, സർക്കിൾ അദ്ദേഹം ഇതിനാണ് സാർ പറയുന്നത്. സാർ, ഞാൻ സാർ സല്യൂട്ടിന് മാത്രമേ ഇവിടെ ഒരു ക്ഷാമമില്ല. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കാണുമായിരുന്നല്ലോ. എടോ, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ളതല്ല പ്രശ്നം, എങ്ങോട്ടാണ് അന്വേഷണം എന്ന് അറിയേണ്ടത്. സാർ, എടോ, അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാ. ആട്ടെ, ഈ കളവ് പോയ ഓട്ടോറിക്ഷയുടെ തുമ്പ് വല്ലതും കിട്ടിയോ? തുമ്പ് മാത്രല്ല, എല്ലാം കൂടെ പെറുക്കി കൂട്ടിയപ്പോ ഏതാണ്ട് മുഴുവൻ പാർട്സും കിട്ടി. പാർട്സേ താൻ പുഴുങ്ങി തിന്നാ മതി. എടോ, അവന്മാരെ കുറിച്ച് വല്ല വിവരവും കിട്ടിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. ചിലപ്പോ വിവരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഒരു ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ല. അതിലൊരുത്തിന് നല്ല മുറിവ് പറ്റിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ മറിഞ്ഞു വീണെടുത്ത് ചോര ഒഴുകിയ പാടുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചോ? ഞങ്ങൾ മെസ്സേജിൽ കൊടുത്തോണ്ടിരിക്കുക സാർ. എങ്ങോട്ട്? സിറ്റിയിലുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും. അത് പോരാ, പ്രാന്തപ്രദേശങ്ങളിലുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും മെസ്സേജ് പാസ് ചെയ്യണം. അതെവിടെ സാർ? ഏത്? ഈ പ്രാന്തപ്രദേശം കൂനമ്മാവിന്റെ അടുത്ത്. അതൊന്ന് നോട്ട് വെക്കാം. പുഴുങ്ങി തിന്നാനായി 24 hours കാര്യമായ വിവരങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ലെങ്കിൽ എല്ലാത്തിനെയും ഞാൻ സസ്പെൻഡ് ചെയ്യും. മമ്മി ബിസ്ക്കറ്റും പാലും എടുത്തു വെക്കാൻ പോവാ. ബഹളം ഉണ്ടാക്കാതെ ഇരുന്ന് കണ്ടോണം. കുസൃതി കാണിച്ചാ അറിയാലോ. ഇവരെ ഉപദ്രവിക്കരുത്, മര്യാദക്ക് ഇരുന്നോണം. ബോംബെയിൽ വെച്ച് ഡഗ്ലസിന്റെ അടുത്ത് കാണിച്ച തെമ്മാടിത്തനം എന്റെ അടുത്ത് കാണിച്ചാലുണ്ടല്ലോ. ആരാത്? ഞാനോ? ഞാനെന്ന് വെച്ചാ ആന്റി, ഞാൻ ജോസി പെരേര. ആന്റി, ഞാൻ ഇവിടെ താമസിക്കുന്ന പെരേര. ഇതെന്റെ ഫ്രണ്ടാ ബെന്നി. ഒന്നുമില്ല, ചെറിയൊരു ആക്സിഡന്റ്. കല്ലെടുത്തെറിഞ്ഞോ? ഏയ്, കടിപിടി കുടിക്കാണല്ലേ? അല്ല, വീണ് മുറിഞ്ഞത് ആന്റി. ഓ, ഡിസ്പെൻസറി കിടത്ത്. പെയിൻ എങ്ങനെയുണ്ട്? ഇത് തന്റെ വീടാണോ? അല്ല, പെങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ ഒന്ന് താമസിക്കുക. ഇവര് തന്റെ ആരാ?
എന്റെ മമ്മിയുടെ ഒരു ഫ്രണ്ടാ മാർഗരറ്റ്. മാഗി ആന്റി എന്നാ ഞങ്ങൾ വിളിക്കുന്നത്. ഹസ്ബൻഡ് മരിച്ചുപോയി, മക്കളില്ല. അവരുടെ മക്കളെന്ന് പറയുന്നത് ഇവിടെയുള്ള പട്ടികളും പൂച്ചകളും ഒക്കെയാ. ഓക്കേ, ഐ ആം റെഡി. ആ കാല് നേരെ വെക്ക്. ഹാർട്ടും ലങ്സും എങ്ങനെയുണ്ടെന്ന് നോക്കിയതാ, പേടിക്കാനില്ല. വെരി സ്ട്രോങ്. യെസ്, നെക്സ്റ്റ്. അയ്യോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആന്റി 25 വർഷത്തെ സർവീസുള്ള മൃഗ ഡോക്ടറാ. റെഡി. ഷട്ട് അപ്പ്. താങ്ക് യു. നോർമലാണ്. ആ, ഇന്ന് ഡിസ്ചാർജ് ചെയ്യാം. ഈ സോൾഡൈറ്റ് ഞാൻ ഒരു ടാബ്ലറ്റിനെ കുറിച്ച് തരാം. അത് മുടങ്ങാതെ കഴിക്കണം. എത്ര രൂപയാവും? മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചാൽ മതി. താങ്ക് യു. മിസ്റ്റർ അനന്തകൃഷ്ണൻ, ഞാൻ നിങ്ങൾക്ക് ചിലരുടെ ഫോട്ടോഗ്രാഫ്സ് കാണിച്ചു തരാം. അതിലാരാണ് നിങ്ങളുടെ പണം തട്ടിക്കൊണ്ടു പോയത് എന്ന് പറയണം. ഇയാളല്ലേ? ഒന്നോർത്ത് നോക്ക്. ഇയാളല്ല, പക്ഷെ ഇയാൾ ബാങ്കിൽ ഉണ്ടായിരുന്നു. പിടിവിലി നടക്കുന്ന സമയത്ത് ഇയാളാണ് ആദ്യം ഓടിയെത്തിയത്. ഓക്കെ, തട്ടിപ്പറിച്ച ആളിനെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ ഒക്കുമോ? ഒക്കുമോന്നോ? ഏത് ആൾക്കൂട്ടത്തിൽ വെച്ചാലും ഞാൻ ഇവനെ തിരിച്ചറിയും. ആളെ കണ്ടാലെങ്ങനെ? കണ്ടാലേ അറിയാം അവനൊരു കള്ളനാണെന്ന്. ചുരുണ്ട മുടിയും ഉണ്ട കണ്ണും. എന്ത് പ്രായം തോന്നിക്കും? എന്ത് പറയാൻ തോന്നിക്കാൻ? Answer to the question. ഒരു 25 വയസ്സിനപ്പുറത്തുണ്ടാവില്ല. ഓക്കെ, നിങ്ങൾ തൽക്കാലം റെസ്റ്റ് ചെയ്യൂ. ആ. നമുക്ക് വീണ്ടും കാണേണ്ടി വരും. കൃഷ്ണൻ, നിങ്ങൾ നാളെ അത്യാവശ്യമായി ഓഫീസ് വരെ വരണം. എനിക്ക് കോൺഫിഡൻഷ്യലായി ചിലത് സംസാരിക്കാനുണ്ട്. സോറി സർ, കാശ് തട്ടിപ്പറിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ ആ സമയത്ത് ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങില്ലായിരുന്നു. ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. നമുക്ക് ഓഫീസിൽ വന്നിട്ട് നേരിട്ട് സംസാരിക്കാം. രക്ഷിക്കണേ. നിന്നെ അല്ലടി എന്നെ. ആ പണം തട്ടിപ്പറിച്ചവന്റെ പേഴ്സിൽ നിന്നും കിട്ടിയ ഫോട്ടോയിലെ പെൺകുട്ടിയെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറിനകം. പ്ലീസ്, ഈ 24 മണിക്കൂറിന്റെ കണക്ക് ഇനിയെങ്കിലും നിർത്താമോ? താങ്കൾ ഒന്ന് മനസ്സിലാക്കണം, പരിമിതമായ സൗകര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ അത്യാവശ്യത്തിന് സ്റ്റാർട്ടാകുന്ന ഒരു ജീപ്പ് പോലും ഞങ്ങൾക്കില്ല. ഇതൊക്കെയാണെങ്കിലും ഞാൻ ഉറപ്പു തരുന്നു, ആ പെൺകുട്ടിയെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഏറെ താമസിയാതെ തന്നെ ഞങ്ങൾ അവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും. ഇറസ്പോൺസിബിൾ ഇഡിയറ്റ്സ്. കള്ളക്കടത്തുകാരനും കൊലപാതകയുമായ ഒരു കാട്ടുകള്ളനെ പിടിക്കാൻ പോലീസ് ഫോഴ്സിന് ഇത്രയും പാടുപെടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഷെയിം. മിലിറ്ററി ആയിരുന്നെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് ഇവന്റെ ഒക്കെ ഉണ്ടല്ലോ ഗ്രാൻഡ് പപ്പായ വരെ തൂക്കിയെടുത്തിരിക്കും. അത് ശരിയാ. അത് പോട്ടെ, പട്ടാപ്പകൽ അതും പോലീസിന്റെ മൂക്കിന് താഴെ കൂടെ 5 ലക്ഷം തട്ടിക്കൊണ്ട് ഓടിയിട്ട് അവനെ പിടിക്കാൻ പോലും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ. ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ പാൻസും പെന്നും അയൺ ചെയ്ത് അൽമാരയിലുണ്ട്. ഓക്കെ. ആ പിന്നെ മരുന്ന് കഴിക്കാൻ മറക്കരുത്. ബട്ട് നീ ഇന്നും ലേറ്റായി. നൗ ടൈം ഈസ് 9:40. സോറി പപ്പാ. ഇവിടത്തെ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് കൊള്ളാം. മിലിറ്ററിയിൽ എങ്ങാൻ ഒരു നഴ്സ് ഇങ്ങനെ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയാൽ പണിഷ്മെന്റ് ഉറപ്പാ. അറിയാമല്ലോ. വരട്ടെ അങ്കിൾ. ആ പിന്നെ അയ്യോ ലേറ്റായി. മേഴ്സി, എന്താ ഇവിടെ നിൽക്കുന്നത്? രൂപ കിട്ടി. ആര് തന്നു? അതൊക്കെ സംഘടിപ്പിച്ചു. നാൻസി ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വിളിച്ചോണ്ടിരാൻ പോവാ. അത് വേണോ? എന്തായാലും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നാളെ അഡ്മിറ്റ് ചെയ്യാൻ നോക്കൂ. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ അഡ്മിറ്റ് ചെയ്യുന്നതിന് ബുദ്ധി. പക്ഷേ അവിടുന്ന് ഉടനെ കൊണ്ടുവന്നേ പറ്റൂ, അല്ലെങ്കിൽ ചിലപ്പോ കുഴപ്പമാവും. എന്ത് കുഴപ്പം? അല്ല, അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും ഇന്നൊരു ദിവസം അവൾ എന്റെ കൂടെ നിൽക്കട്ടെ. വെറുതെ മണ്ടത്തരം കാണിക്കരുത്. വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി പെട്ടെന്ന് പോകാനാണ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ നാളെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. എന്ത് പ്രശ്നം? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. മാസത്തിൽ 2 പ്രാവശ്യം ഡോക്ടർ ഫെർണാണ്ടസ് ഇവിടെ വരും. അദ്ദേഹം വരുമ്പോ ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത രോഗിയെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതൊന്ന് കൺസൾട്ട് ചെയ്തപ്പോഴേ ഡോക്ടർ പറഞ്ഞിരുന്നു. ആ അപ്പൊ അറിയാലോ. ഈ വിസിറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാസം 12-ാം തീയതി ഡോക്ടർ വരും. അതുവരെ ഓപ്പറേഷൻ നീട്ടിക്കൊണ്ടു പോകുന്നത് റിസ്ക് ആണെന്ന് അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ടെൻഷൻ ആവാതിരിക്കേ, ഒക്കെ ശരിയാവും. അയ്യോ പാവം, ഇതിന്റെ മുഖം കണ്ടാൽ അറിയാം. അതിപ്പോ ആരുടെ മുഖം കണ്ടല്ലോ സാർ അറിയാത്തത്? സാധു കുട്ടിയാ. ഫോട്ടോ കണ്ടാൽ തലയ്ക്ക് അസുഖമുള്ള കുട്ടിയാണെന്ന് പറയാനേ പറ്റില്ല. സാർ, അത് എക്സ്റേ നോക്കിയാലേ പറയാൻ പറ്റൂ. തന്റെ കളിത്തമാശ എന്നോട് വേണ്ട. ഞാൻ എന്താ SP ആണെന്ന് വിചാരിച്ചോ? ഒന്ന് പതുക്കെ പറ സാർ. അതൊക്കെയല്ലേ ഞാൻ പറഞ്ഞത്. അതെ, ഏത് നേരത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എന്ന് പറഞ്ഞ് ചാരിക്കരിഞ്ഞോട് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. വന്നാലെന്നാ എന്നെ അങ്ങോട്ട് തിന്നോ? പേടിപ്പിക്കില്ലേ? വരുന്നു.
ഇന്നലെ തുടങ്ങിയതാ, നല്ല പനിയുണ്ട്. ഒഴുങ്ങി തിന്നാൻ എന്തെങ്കിലും പുരോഗതിയുണ്ടോ? ഇപ്പൊ കുറവുണ്ട്. നോട്ട്സൻസ് അതല്ല ചോദിച്ചത്, കേസ് അന്വേഷണം എന്തായത്? സാറ് കയറി വന്നപ്പോ തരാൻ മറന്നുപോയി. എന്ത്? ഇതെന്നെ പറ്റുന്ന സാർ, ഫോട്ടോയിലെ പെൺകുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഏത് ഫോട്ടോ? തട്ടിപ്പറിച്ചവന്റെ പേഴ്സിൽ നിന്ന് കിട്ടിയ ഫോട്ടോ. വെരി ഗുഡ്. സാറ് വിചാരിക്കുന്നത് പോലെ അത്ര നല്ല വിവരങ്ങളൊന്നും അല്ല കിട്ടിയിട്ടുള്ളത്. സിറ്റിസൺ ഹോസ്പിറ്റലിലെ സൈക്കാട്രിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള 18 വയസ്സോളം പ്രായം വരുന്ന ഒരു തൊട്ടാവാടി പെൺകുട്ടിയാണ്. തൊട്ടാവാടിയാണെന്ന് തനിക്ക് എങ്ങനെ അറിയാം? അത് കണ്ടാൽ അറിഞ്ഞൂടെ സാർ? എടോ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക. തൊട്ടാൽ വാടും എന്ന് കരുതുന്ന പലരും തൊടുന്നതിന് മുമ്പേ കടിക്കുന്നവരാണ്. സാർ, പേര് നാൻസി പെരേര എന്നൊരു ചെറുപ്പക്കാരനാണ് ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞ് അയാളും ഡോക്ടറുമായിട്ടൊന്ന് ഉടക്കി. ഡിസ്ചാർജ് ചെയ്ത് പേഷ്യന്റിനെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇതുവരെ തിരിച്ചു ചെന്നിട്ടില്ല. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, താൻ പറ. ആശുപത്രി ബില്ല് കെട്ടാനുള്ള പണം ഇല്ലാത്തത് കൊണ്ടായിരിക്കും ആ പാവം ഇതൊക്കെ ചെയ്തത്. പാവോ? സാഹചര്യങ്ങളാണല്ലോ സാർ മനുഷ്യനെ പോലീസും മൃഗങ്ങളും ഒക്കെ ആക്കി മാറ്റുന്നത്. എടോ, വിട്ടിത്തരം പറയരുത്. ഈ പെരേര എന്ന് പറയുന്ന കക്ഷി ഹോസ്പിറ്റലിൽ എത്തിയാൽ അവനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ടോ? സോറി സാർ, ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു പോകുന്നു. നോൺസെൻസ്. അവൻ അവിടെ എത്തിയാൽ ഉടൻ തടഞ്ഞു വെക്കാനുള്ള മെസ്സേജ് ഹോസ്പിറ്റലിൽ കൂടെ. യെസ് സർ. ഹലോ, സിറ്റിസൺ ഹോസ്പിറ്റലാണോ? എന്ത്? ഹെയർ കട്ടിംഗ് സലൂണോ? സോറി, റോങ് നമ്പർ. ഹെയർ കട്ടിംഗ് സലൂണാണ്. ഹലോ ഹലോ, ഹെയർ കട്ടിംഗ് സിറ്റിസൺ ഹോസ്പിറ്റലാണോ? അതെ, ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ബാലേന്ദ്രനാണ് സംസാരിക്കുന്നത്. ബാലേന്ദ്രൻ? ഏത് ബാലേന്ദ്രൻ? നിങ്ങൾ ആരാ? ഞാൻ ആരാണ്? ഞാൻ ഐജിയാ. സാർ, ഹോസ്പിറ്റലിൽ നിന്ന് ഐജി പിടിക്കുന്നു. സാർ, ഞാൻ SP ശ്രീകണ്ഠൻ നായരാ. ശ്രീകണ്ഠൻ നായര? ശ്രീകണ്ഠൻ നായരല്ല, ഇനി മണികണ്ഠൻ നായരായ എനിക്കെന്താണോ? സാർ, എന്താണ് സാർ? ഒരാൾ പോകട്ടും പോടാ, இந்த ഭൂമിയിൽ നിലയായി வாழ்ந்தവൻ യാരടാ. എടോ, സംതിങ് റോങ്. താൻ ഹോസ്പിറ്റലിലേക്ക് വെക്കൂ, ഞാൻ ട്രൈ ചെയ്തോളാം. എവിടെ പോവാന്? ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. ഏത് ആശുപത്രി? സിറ്റിസൺ. വാ കയറി. ഓ, നാൻസി, Stupids. ഹലോ, യെസ്. ഒന്നും പേടിക്കണ്ട, ഡോക്ടർ ഫെർണാണ്ടസ് നാളെ എത്തും. അവിടുത്തെ കാര്യങ്ങളൊക്കെ മേഴ്സി ഏറ്റിട്ടുണ്ട്. സിസ്റ്റർ, നമ്പർ 8 പേഷ്യന്റ് കൊണ്ടുപോയോ? ഇതിപ്പോ കൊണ്ടുവരുള്ളൂ. എന്താ? കമോൺ. പണ്ട് വേഗം വിട്ടോ. എന്താ പ്രശ്നം? വണ്ടി വരൂ. താങ്ക് യു കേട്ടോ. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അല്ല, ചാർജ് ഒന്നുകൂടെ? സോറി, എത്രയാ? 75. ബാക്കി വെച്ചോളൂ. എന്റെ 20. ഓ സോറി. താങ്ക് യു കേട്ടോ. അപ്പൊ ഇനി ഒരിക്കലും ആ പെൺകുട്ടിക്ക് സംസാരശേഷി തിരിച്ചു കിട്ടില്ലേ? വളരെ റിമോട്ട് ചാൻസേ ഉള്ളൂ. എന്തൊരു കഷ്ടം. മുഴുവട്ടൊന്നുമല്ല അല്ലേ? ഇടയ്ക്ക് തലയ്ക്കൊരു പെയിൻ വരും. അത് വന്നാൽ വല്ലാതെ വയലന്റ് ആവും. മതി മതി, കൂടുതൽ പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കില്ലേ.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ പിന്നെ എനിക്ക് 3-4 ദിവസത്തേക്ക് ഉറങ്ങാൻ പറ്റില്ല. അല്ല ഡോക്ടർ, എന്തിനായിരിക്കും ആ പേഷ്യന്റിനെ അയാൾ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് പോയത്? ഈ രോഗത്തിന് ഹോസ്പിറ്റലിൽ കഴിയുന്നതും വീട്ടിൽ കഴിയുന്നതും ഒരുപോലെയാണ്. പെയിൻ കില്ലിംഗ് ചികിത്സ മാത്രമേ ഇതിനുള്ളൂ. ആ ടാക്സി നമ്പർ നോട്ട് ചെയ്തില്ലേ എന്ന് പറഞ്ഞില്ലേ? ആ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. ശരി. ഇനി അഥവാ ആ കുട്ടിയെ ഇവിടെ വീണ്ടും കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ രോഗം ഭേദമാക്കാൻ ഡോക്ടർ മാക്സിമം ട്രൈ ചെയ്യും. അതൊക്കെ പിന്നെ ആദ്യം വിവരം ഞങ്ങൾ അറിയിക്കുക. ആ ടാക്സി നമ്പർ നോട്ട് ചെയ്തില്ലേ ഒന്ന് പറഞ്ഞില്ലേ? വീട് വന്നൂടെ? ഇപ്പൊ തലയില് വേദനയൊന്നും തോന്നണില്ലല്ലോ. ഓപ്പറേഷൻ കഴിഞ്ഞ നാൻസിക്കുട്ടിയുടെ എല്ലാ അസുഖം മാറും. എന്താ ഒന്നും കഴിക്കാത്തത്? ഞാൻ പിന്നെ കഴിച്ചോളാം ആന്റി. നിന്റെ കാര്യമല്ല പറഞ്ഞത്, മൈ പെരേര. അവൻ ഈയിടെയായിട്ട് ഫുഡൊന്നും വേണ്ടെന്നായിട്ടുണ്ട്. അതിനൊക്കെ ആ ശമ്പളം കണ്ട് പഠിക്കണം. മുറ്റത്തന്മാര്. ആന്റിക്ക് മനുഷ്യരെക്കാൾ സ്നേഹം പട്ടികളോടാണ്. എന്താ സംശയം? പട്ടി is also a മനുഷ്യൻ. ആ, ബെന്നി എന്തെങ്കിലും കഴിച്ചോ ആന്റി? ബെന്നി? Who is Benny? ആന്റി, എന്റെ കൂടെ വന്ന ഫ്രണ്ട് ഈ ആന്റിയുടെ കാര്യം. Oh, I'm sorry. My patient. ആ, Oh my goodness. അവന് ഞാൻ ഫുഡ് കൊടുക്കാൻ മറന്നുപോയി. ജീസസ്. വിശന്ന് തളർന്നു കാണൂല്ലേ? ഏയ്, കാലിന് കുറവുണ്ട്. നാൻസിക്ക് എങ്ങനെയുണ്ട്? ഇവിടെ എത്തിയതിനു ശേഷം പെയിനൊന്നും വന്നിട്ടില്ല. എന്നാലും എപ്പോഴാ റെക്കർ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നാൻസി, ഞാൻ പറഞ്ഞില്ലേ ബെന്നി. പാവം, ഒരായുസിന്റെ മുഴുവൻ വേദനയും അവൾ ഇതിനകം അനുഭവിച്ചിട്ടുണ്ടാവും. തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഞാനിതൊക്കെ ചെയ്തത് എന്റെ പഴയ നാൻസിക്കുട്ടിയെ എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയാണ്. നാൻസിക്കുട്ടി, ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാമോ? പറ. എനിക്കറിയില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കന്റെ ഫോട്ടോ. ധൃതി കണ്ടില്ലേ? കളിപ്പിക്കണ്ടേ? തരുന്ന പ്രശ്നമില്ല. ഫോട്ടോ തരുന്നില്ല. നിന്റെ ഫോട്ടോ കാണാൻ കൊള്ളാവുന്ന ഫോട്ടോ. അങ്ങോട്ട് മാറിക്കും. മമ്മി, ദേ ഈ വായാടിയെ കാണിക്കരുത്. ഇത് മമ്മിയുടെ മരുമകനാകാൻ യോഗ്യനാണോ എന്ന് മമ്മി തന്നെ കണ്ടൊന്ന് തീരുമാനിച്ചേ. നല്ല മിടുക്ക പയ്യൻ. തിങ്കളാഴ്ച വരും കാണാൻ. ജോസി, വീടിന്റെ പണയക്കട പോലെ ഇതുവരെ വീട്ടിൽ തീർന്നിട്ടില്ല. ഒക്കെ നടക്കും മമ്മി. ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ. ഇനി അതൊക്കെ ഓർത്ത് മമ്മി വിഷമിച്ചോണ്ടിരിക്കരുത്. പിന്നെ തിങ്കളാഴ്ച ഊണ് കഴിക്കാൻ ചെറുക്കനും ഉണ്ടാവും. ഒരു താറാവിനങ്ങ് തട്ടിക്കോ. ആ ഫ്രെഡി, പേരെന്താണെന്ന് ചോദിക്കും. പേരെനിക്കറിയാലോ. അതൊക്കെ, പക്ഷെ ഈ വക സന്ദർഭങ്ങളിൽ അറിയാമെങ്കിലും ചോദിക്കണം. തന്നെ സംസാരിക്കോ, സംസാരിച്ചാൽ തന്നെ വല്ല വിക്കുണ്ടോ, ശബ്ദം മെയിൽ വോയിസ് ആണോ ഫീമെയിൽ വോയിസ് ആണോ എന്നൊക്കെ ഉള്ള ഒരു ടെസ്റ്റിന് വേണ്ടി അല്ലേ ക്ലമന്റ്? only for formality. എന്നാ പിന്നെ ഫോർമാലിറ്റീസ് തെറ്റിക്കണ്ട. എന്താ പേര്? ഏതുവരെ പഠിച്ചു? സോറി, അത് മാത്രം ചോദിക്കരുത്. അക്കാര്യത്തിൽ ശുദ്ധ മണ്ടൂസ് ആയതുകൊണ്ടാ കെട്ടിച്ചു വിടാമെന്ന് തീരുമാനിച്ചത്. ആ, പിന്നെ നന്നായിട്ട് പാടും. പള്ളിയിലെ എന്റെ ക്വയർ ടീമിലെ പ്രധാന ഗായികയാണ്. ആ, ഇതാണ് ഞങ്ങളുടെ മമ്മി. മമ്മി, എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? കാര്യങ്ങളൊക്കെ ജോസി പറഞ്ഞിട്ടില്ലേ? സ്ത്രീധനമായിട്ടൊക്കെ തരാൻ ഞങ്ങളുടെ കയ്യിൽ. എനിക്കെല്ലാം അറിയാം.
നാൻസി എനിക്ക് ഇഷ്ടമായി ഒരു 100 വട്ടം. ഇനി എന്നെ ഇഷ്ടമാകുമെന്ന് അറിഞ്ഞാൽ മതി. അതിപ്പോ അറിഞ്ഞുതരാം, നോ പ്രോബ്ലം. നാൻസി, ഫ്രെഡിക്ക് ഏത് സ്റ്റുഡിയോയിലാ ജോലി? എന്റെ സ്വന്തം സ്റ്റുഡിയോയാ. വലിയ കേമമായിട്ടൊന്നുമില്ല, അത്യാവശ്യം ജീവിച്ചു പോകാൻ കുഴപ്പമില്ല. പിന്നെ പറയുന്നതുകൊണ്ട് മറ്റൊന്നും തോന്നരുത്, അവക്ക് ഫ്രെഡിയെ ഭയങ്കര ഇഷ്ടമായി. എന്താ ഇത്? വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് ശരിയല്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ വളരെ ബ്രോഡ് മൈൻഡഡ് ആണ്. നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. എഴുതിയോ? അടുത്തത് ജോർജ് പോൾ, റിവർ വ്യൂ, ഗാന്ധിനഗർ. വ്യൂവിന്റെ സ്പെല്ലിംഗ് ഇതാണോ? VIEW എന്നുള്ളതിന് PW. ഇനി നീ വായിക്കേ. വായിക്കറിയോ? ആ വായിക്കേ. നാൻസിയുടെ മാരേജ് ഇൻവിറ്റേഷൻ. കൺവേ മീ ബ്ലെസ്സിങ്സ്. താങ്ക് യു. അപ്പൊ സാറ് മറക്കരുത്, 18-ാം തീയതി ഷുവർ, വിത്ത് ഫാമിലി. ഏറ്റു. കുട്ടി മിണ്ടിയിട്ടില്ല. അവൾ സംസാരിച്ച് കാണണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് എൻ്റെ മമ്മയായിരുന്നു. പക്ഷെ അത് കാണാനുള്ള ഭാഗ്യം കിട്ടുന്നതിന് മുമ്പ് എല്ലാം ഞാൻ ഡോക്ടർ ഫെർണാണ്ടസിൽ അർപ്പിച്ചിരിക്കുക. മറ്റന്നാളാണ് ഓപ്പറേഷൻ. നാളെ തന്നെ നാൻസി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. താൻ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും? പോലീസ് ഇപ്പൊ നമുക്ക് വേണ്ടി 4 പാടും വലവിരിച്ചിട്ടുണ്ടാവും. തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നമുക്ക് വഴിയുണ്ടാക്കാം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സൈദാലി, ടാക്സി ഡ്രൈവറാ. അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ എടാ, നിന്റെ ഭാഷയൊന്നും എന്റെ അടുത്ത് വേണ്ട. ഇല്ല, ഒരു പരിചയമില്ല. നിന്റെ വണ്ടി എന്നെ ഓട്ടം വിളിച്ചല്ലേ? വല്ലാതെ വേദനിക്കുന്നുണ്ടോ? എന്താ ചെയ്യാ? പിടിയില്ല. ഓനെ ഞാൻ തെരഞ്ഞെടുപ്പെട്ട ആളാന്ന് അറിഞ്ഞെങ്കിൽ ഇന്റെ വണ്ടി കാലത്തല്ലാതെ എടാ, നിന്നോട് ഇങ്ങനെയൊന്നും ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതൊരു മാതൃകാ പോലീസ് സ്റ്റേഷനാ. പ്രതികളുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും? പറ, നിന്നെ ഗരുഡത്തൂക്കം തൂക്കണോ അതോ ഒലക്കൊണ്ട് വിട്ടണോ? രണ്ടും വേണ്ട സാറേ. ഞാൻ പറയുന്നതൊക്കെ സത്യാണ്. എടാ, എന്നെ പോലെയല്ല സർക്കിൾ ഇൻസ്പെക്ടർ. ഇടി തുടങ്ങിയ പിന്നെ നിന്റെ പോസ്റ്റ്മോർട്ടം കഴിച്ചിട്ടേ നിർത്തുള്ളൂ. സാറ് തെറ്റിദ്ധരിച്ചാൽ ഞാൻ കാര്യമാണ്. ഉണ്ടല്ലോ ശരി. സൈദാലി, ഉള്ള സത്യം പറ. നിങ്ങളുടെ കൊള്ള സംഘത്തിൽ എത്ര പേരുണ്ട്? സത്യമാണ് സാറേ ഞാൻ പറഞ്ഞേ. ഞാൻ കൊള്ളയിലുമില്ല, സംഘത്തിലുമില്ല. അതൊക്കെ നിർത്തിയിട്ട് കാലം കുറയായി സാറേ.
കള്ളം പറയരുത്. കള്ളന്മാര് കള്ളം പറഞ്ഞ ഞാൻ സഹിക്കില്ല. ഞാൻ സത്യമാണ് സാറേ പറയണേ. കള്ളപ്പണി മുഴുവൻ നിർത്തിയിട്ട് കുഞ്ഞുകുട്ടി പരാതിക്കാരനായിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കാണ് സാറേ ഞാൻ. ഇനി അവനെ ഉപദ്രവിക്കരുത്. അവൻ പറയുന്നത് സത്യമാണെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. ആയിക്കോട്ടെ, ഒരു 5-6 അടി കൂടുതൽ കൊടുത്തു പ്രശ്നമൊന്നുമില്ലല്ലോ. ഇടി എന്നുള്ളതിന്റെ പര്യായപരമായിട്ടാണ് ജനങ്ങൾ പോലീസിനെ കരുതുന്നത്. ആ ധാരണ അത്ര പെട്ടെന്ന് മാറ്റിയ ജനങ്ങൾ നമ്മളെ കയറി ഇടിച്ചെന്ന് വരും. അയ്യോ, അതാ പറഞ്ഞത് സാറ്. എവിടെയാ അവരെ ഇറങ്ങിയത്? തേവര വെറിന്റെ അവിടെ തെക്കോട്ട് മാറി ആ മുക്കിലാണ് ഇറക്കി വിട്ടത്. ഞാൻ പലതവണ സാറിനോട് പറഞ്ഞതാണ് ഏമാനെ. അവിടുന്ന് പിന്നെ അവരെങ്ങോട്ടാ പോയേ? അത് എനിക്ക് അറിഞ്ഞൂടാ. ഇറക്കി വിട്ട സ്ഥലം കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ? അത് ഓർമ്മയുണ്ട്. ഓക്കെ കുഞ്ഞിശോ സാർ, ആ ജീപ്പിന്റെ സ്റ്റാർട്ട് നമ്മൾ മാറി നോക്ക്. സാർ. ഇതെവിടെ നോക്കിയാണ് നടക്കുന്നത്? ഞാൻ ഈ നാട്ടുകാരനല്ല, അതുകൊണ്ട്. മുറുക, നീ പാക്കലിടാ ഞാൻ നടക്കുന്നത്. ലൊടലൊടാണ് എങ്ങ പോയിട്ടാണ് തിരുട്ടപ്പെടും. സോറി സാർ. കാലും പോച്ച് കാശും പോച്ച്. എവിടെയാ? ഒരു പിടിയില്ല. ഒന്നുമില്ല മോളെ, പേടിക്കാനൊന്നുമില്ല. ഒരു ചെറിയ കൊഴുക. നീ എന്തിനാ മഴയത്ത് ഇറങ്ങി കളിക്കാൻ പോയത്? പോലീസ് എത്തിയിട്ടുണ്ട്. ഉടനെ ഇവിടുന്ന് രക്ഷപ്പെടണം. ഇല്ലെങ്കിൽ ഞാനും നിന്റെ ചേട്ടനും പോലീസിന്റെ കയ്യിലാവും. നിൽക്കണം. കുഞ്ഞീശോ, നിങ്ങൾ ഈ ഒരു വീടിന് പിൻഭാഗത്ത് വാ. നിങ്ങൾ അതിലേ വാ. താൻ്റെ കൂടെ വരും. വാടം. സാർ, അവന്റെ വീട് കണ്ടുപിടിച്ചല്ലോ. ഇനി അവൻ പോയിക്കോട്ടെ. നീ പോകാറാകുമ്പോ ഞങ്ങൾ പറയും. ഓ, രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. പിടിക്കല്ലേ?
ആ തള്ളയുടെ വീടിന് ചുറ്റും പോലീസാ, മസ്തിക്കാര്. എന്നെ അവന്മാരൊന്ന് വരട്ടാൻ നോക്കി. കയ്യിൽ ബോട്ടിൽ കണ്ടപ്പോ ഒരു ക്രോസ് വിസ്താരം. ഞാൻ പറഞ്ഞു, ഇതെന്റെ സ്വന്തം മിലിറ്ററി കോട്ടയാണ്. എന്റെ കോട്ടയിൽ ഒരു ബോട്ടിൽ മിസ്സിസ് മാഗി നിക്സൺ ഉള്ളതാ. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല, നിക്സൺ ഉള്ളപ്പോഴേ ഉള്ളതാ. ഇത് തടഞ്ഞാൽ ഐ വിൽ ടേക്ക് ആക്ഷൻ അഗൻസ്റ്റ് യു. യു നോ ഐ ആം എ മിലിറ്ററി മാൻ. അത് കേട്ടപ്പോ അവന്മാരൊന്ന് അയഞ്ഞു. ജോസിപ്പനെ അറിയുമോ എന്നൊരു ക്വസ്റ്റ്യൻ എന്നോടെ. കുറച്ചു നാളായി എവിടുന്നോ ഇവിടുന്നോ താമസിക്കുന്നു എന്നല്ലാതെ ഐ ഹാവ് നോ ഐഡിയ. നിന്നോട് അന്നേ ഞാൻ പറഞ്ഞതാ, അവനും അവന്റെ സിസ്റ്ററും ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും വേണ്ടാന്ന്. ഇക്കാര്യം എങ്ങാൻ പോലീസ് അറിഞ്ഞാലുണ്ടല്ലോ, നിന്നെ അവർ തൂക്കിയെടുത്തോണ്ടു. അവരുടെ കൈ കിട്ടിയാലുണ്ടല്ലോ, നഖത്തിനിടയിലൊക്കെ മുട്ടുസൂരി തറച്ചു. പറയരുത്. പറഞ്ഞാലും ഇല്ലെങ്കിലും പോലീസുകാർ ഇതൊക്കെ തന്നെ ചെയ്യും. തെറ്റേതു? അവളൊന്നും ചെയ്യണ്ട. പക്ഷെ അവനുണ്ടല്ലോ, ജോസി പെരേര ഈസ് എ ബോൺ ക്രിമിനൽ. ജോസി ക്രിമിനൽ ഒന്നല്ല എന്ന് നീ പറഞ്ഞാ പോരല്ലോ. എനിക്ക് ഉറപ്പാ, ഈസ് വെരി ഇന്നസെന്റ്. മതി മതി, ഇന്നത്തെ കോട്ട തീർന്നു. പ്ലീസ് ഇത് കഴിക്കൂ. ഓ മൈ ഗോഡ്, മഴ വരുന്നു. ഡ്രസ്സൊക്കെ ടെറസിലാ. ചെല്ല് ചെല്ല്. എവിടെയായിരുന്നു? ജോസിയെ കുറിച്ച് കേൾക്കുന്നതൊക്കെ സത്യമാണോ? എന്തൊന്നും ഇല്ലാത്തത്? നാൻസിയുടെ ഓപ്പറേഷന് പണമടയ്ക്കാൻ വേറെ ഒരു വഴിയും കാണാത്തോണ്ട് ഞാൻ അങ്ങനെ ഒരു... മതി, എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. മോഷ്ടിച്ച പണം പോലീസിൽ ഏൽപ്പിച്ച് ഒരു സത്യം പറഞ്ഞ് നാൻസി പുറത്തിറക്കാൻ നോക്ക്. അതിന് ആ പണം എന്റെ കയ്യിലില്ല. അതുകൊണ്ട് അവൻ പോയി. ബെന്നി അവനെന്നെ ചതിക്കുമായിരുന്നു മേഴ്സി. ഞാൻ പോലീസിന് പിടികൊടുക്കാൻ പോവാ. ഇല്ലെങ്കിൽ നാൻസി എന്നെ കിട്ടിയാൽ അവരവളെ വിടും. ഞാൻ പോലീസ് കസ്റ്റഡിയിലായാൽ പിന്നെ മേഴ്സി മാത്രമാണ് അവൾക്കൊരാശ്രയമായിട്ടുള്ളത്. ഓട്ടെ. സറണ്ടർ ആയ പോലീസ് നാൻസി വിടുമെന്നുള്ളതിന് എന്താ ഉറപ്പ്? ആദ്യം ബെന്നി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ആ പണം തിരിച്ചു വാങ്ങാൻ നോക്കുക. എന്താടി, നിനക്ക് ആഹാരമൊന്നും വേണ്ടേ? നിനക്ക് ചെവി കേട്ടിടെ? അവിടെ ഒരു കള്ള കരച്ചില്. എന്താ സരോജിനി? പഠിച്ച കള്ളിയാ, അഭിനയിച്ച് രക്ഷപ്പെടാന്നാ വിചാരിക്കണേ. ഈ സരോജിനിയുടെ സ്വഭാവം ഇവർക്ക് അറിയാനിട്ടാ. നിരാഹാര സത്യാഗ്രഹം എടുത്ത് ചത്തുകളയാമെന്നായിരിക്കും. അതിന് ഞാൻ അവളെ വിട്ടിട്ട് വേണ്ടേ? മർദ്ദന മൃഗങ്ങളൊന്നും പ്രയോഗിക്കരുന്ന് CI അദ്ദേഹം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വേണ്ട, വിട്ടിട്ട് ഞാൻ അങ്ങ് തൊഴുതേക്കാം. അതിന് എന്റെ പക്കത്ത് വരാൻ വരുന്നത് എന്തിനാ? ഞാൻ അനുഭവിക്കുന്ന വേദന എനിക്ക് മാത്രമേ അറിയൂ. കള്ളന്മാരെ കൈ കിട്ടിയ ഒന്നും മേലനങ്ങി തല്ലാ സമ്മതിക്കില്ല. ആരെങ്കിലും മനസ്സറിഞ്ഞൊരു 10 രൂപ നക്കാപ്പിച്ച തന്നാൽ അത് വാങ്ങിക്കാനും സമ്മതിക്കില്ല. ഇതൊന്നും പാടില്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പോലീസിൽ ചേർന്നത്? വല്ല സെമിനാറിലും പോയി അച്ഛനായിക്കൂടായിരുന്നു അല്ലേ? എന്താ അങ്ങനെ പറയണേ? അടിച്ച് മോന്തയുടെ ഷേപ്പ് മാറ്റണമെന്ന് എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പ്രതികളുടെ അല്ല, എന്റെ കൂടെ കാറ്റുകുപ്പായിട്ട് ജോലി ചെയ്യുന്ന പിശാചുകളുടെ. പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്നും പാസ്സായി പുറത്തു വരുമ്പോ മനസ്സിൽ ഒരുപാട് മോഹങ്ങൾ ഉണ്ടായിരുന്നു. ലോക്കപ്പ് മരണങ്ങളില്ലാത്ത പോലീസ് സ്റ്റേഷൻ, പോലീസും കള്ളനും സ്നേഹത്തോടെ കഴിയുന്ന പോലീസ് സ്റ്റേഷൻ, എല്ലാം നിങ്ങൾ തകർത്തില്ലേ? രണ്ടുപേരൊന്ന് മാറിന്നേ.
പേടിക്കണ്ട, കുട്ടിയെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. ആ പെരേര 5 ലക്ഷം രൂപയുടെ ചെറിയൊരു കളവ് നടത്തിയിട്ടുണ്ട്. അവൻ സറണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് കുട്ടി ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്നിട്ട് എന്താ കാര്യം? വല്ലതും കഴിക്കും. ആക്ച്വലി സംഭവിച്ചെന്താ, ഞാൻ ബ്രീഫ്. ഓ ഗുഡ് മോർണിംഗ്. വല്ല വിവരമുണ്ടോ? എനിക്കോ? അല്ല, ആർക്കെങ്കിലും. എടോ, പോലീസ് സ്റ്റേഷനിൽ കയറുന്ന ആർക്കെങ്കിലും വിവരം ഉണ്ടോ എന്ന് വെച്ചാൽ ഇടിച്ചതിന്റെ ലിവർ ഞാൻ വെള്ളമായി കളയും. സാർ, നമുക്കൊന്നും വിവരമില്ലെന്നാ ഇയാൾ പറയണത്. അയ്യോ മുരുക, അങ്ങനല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഒരുമാതിരി രാഷ്ട്രീയകര പരിപാടി കുഞ്ഞിച്ചോട് വേണ്ട. എടോ, താൻ എന്റെ മുഖത്ത് നോക്കി വിവരമുണ്ടോ എന്ന് ചോദിച്ചില്ല. അയ്യോ, അത് സാറിനെ അല്ല. പിന്നെ ഈ സാറിനെ അല്ല. എന്താ സ്വാമി ഈ പറയണേ? വിവരമില്ലാഞ്ഞിട്ടാണോ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളവും തന്ന് ഈ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത്? സോറി സർ, എന്റെ നഷ്ടപ്പെട്ടു പോയ പണത്തെ പറ്റി വല്ല വിവരം ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ഹെഡ് സാർ തെറ്റിദ്ധരിച്ചതാ. സോറി, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കൂട്ടത്തിൽ നിന്നൊരു പെൺകുട്ടിയെ കിട്ടിയെന്ന് കേട്ടു. കിട്ടി. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? കാണാൻ എന്താ ഇത് കാഴ്ച ബംഗ്ലാവോ? ഒരുമാതിരി തൽക്കാലം സ്വാമിച്ചല്ലേ. തൊണ്ടിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങൾ അറിയിക്കാം. തൊണ്ട് കിട്ടിയില്ലെങ്കിൽ ഞാൻ തെണ്ടി പോകും സർ. അല്ലെങ്കിലും താൻ തെണ്ടും. ഒന്ന് മിണ്ടാതിരിക്കടോ. നമസ്കാരം സർ. ഗുഡ് മോർണിംഗ് സർ. എന്താ സ്വാമി? വല്ല വിവരമുണ്ടോ? അയ്യോ സോറി സർ, എന്റെ പണം തട്ടിയെടുത്ത ആളെ കുറിച്ച് വല്ല വിവരമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങണ്ട, കിട്ടിയ വിവരം അറിയിക്കും. ചെല്ലേ. നമസ്കാരം സർ. സോറി. താങ്ക് യു സർ. ഇനി വരാൻ പോകുന്നത് നമുക്ക് കഠിനാധ്വാനമുള്ള ദിവസങ്ങളാണ്. ഇന്നലെ രാത്രി 2 ബാങ്കുകളിൽ കൂടി കവർച്ച നടന്നു. അയ്യോ, ഏത് ബാങ്കാണ് സാർ? അല്ല, ഞാൻ കാശിട്ടിട്ടുള്ള ബാങ്കാണെന്ന് അറിയാനാ. നോൺസെൻസ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക, ഈ പെരേര ഒരു പെരും പുള്ളിയാണ്. ആ പെണ്ണിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ? ഇല്ല സാർ, ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയ അവസ്ഥയിലല്ല കുട്ടി. വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയി ഭദ്രമിരിക്കേണ്ട തന്നെയൊക്കെ പോലീസിലെടുത്തവരെ വേണം പറയാൻ. പേടിക്കണ്ട സാർ, സരോജിനി അവളെ ഇടിച്ച് ഷേപ്പ് മാറ്റാമെന്ന് ഏറ്റിട്ടുണ്ട്. തെളിവ് ശേഖരിക്കില്ല നമ്മുടെ ജോലി, അല്ലാതെ ആൾക്കാരുടെ ഷേപ്പ് മാറ്റല്ല. ഫുൾ ഇടിയറ്റ്. ഇമാതിരിയുള്ള ചന്ത സംസാരം നിങ്ങൾ ആദ്യം അവസാനിപ്പിക്കണം. ആ മൃഗ ഡോക്ടർ തള്ളയെ ചോദ്യം ചെയ്തോ? കാര്യമായ വിവരമൊന്നും കിട്ടിയില്ല. കിട്ടില്ല. തന്നെപ്പോലുള്ള ചോദ്യം ചെയ്താൽ കിട്ടാനുള്ള വിവരങ്ങൾ പോലും കിട്ടില്ല. അവരെ കൊണ്ട് മണി പോലെ കാര്യങ്ങൾ പറയുന്നത് തനിക്ക് കേൾക്കണോ? താനെന്റെ കൂടെ വാ. എന്നാ സരോജിനെ കൂടി വിളിക്കട്ടെ സാർ. അന്നോട് ആരായിപ്പോ സിലോട്ട് ചെയ്യാൻ പറഞ്ഞേ? ആ പോലീസാണെന്ന് നാട്ടുകാർ അറിയില്ലേ? സോറി സാർ. ഇതെന്താ ഇത്? ചൂണ്ടയാണെന്ന് എനിക്ക് മനസ്സിലായി. കയ്യിലിരിക്കുന്ന വടി എന്താന്ന് ചോദിച്ചത്? ലാത്തി കൊണ്ടാണോടാ മണ്ട ചൂണ്ടയിടുന്നത്? സോറി സാർ, പ്രതിയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ സാർ? ഓ, ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ച് താ ഇങ്ങോട്ട് ചോദിക്കാ. എവിടം വരെ ആയ കാര്യങ്ങൾ? രാവിലെ പാൽക്കാരൻ വന്നതല്ലാതെ ഈ കോമ്പൗണ്ടിൽ വേറെ ആരും വന്നിട്ടില്ല സാർ. ദേ, ഈ കറുത്ത പൊട്ട് നമ്മൾ ഇതിനു വേണ്ടി വെച്ചതാ സാർ. തന്നെ ആർക്കും മനസ്സിലായില്ലല്ലോ സാർ. എനിക്ക് പോലീസിലല്ല ജോലിയെന്ന് കവലിലുള്ള ആൾക്കാരോടൊക്കെ പല പ്രാവശ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് സാർ. നോൺസെൻസ്. ഇയാളെ മാറ്റിയിട്ട് വേറെ ബുദ്ധിയുള്ള ആരെങ്കിലും ഡ്യൂട്ടി വിടൂ. അങ്ങനെ സാറ് വാശി പിടിച്ചാൽ ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. നിക്കണോ? പെരേര, നിന്റെ കുസൃതി കുറച്ച് കൂടുന്നുണ്ട്. ഇങ്ങനെ പോയാൽ ഞാൻ തിരിച്ച് ഡഗ്ലസിന്റെ അടുത്ത് കൊണ്ടുവിടും. ബി കെയർഫുൾ. കം ഓൺ, ഗോ ഇൻസൈഡ്. ഗോ. ടിങ്കു. ക്വസ്റ്റ്യനിങ്ങിന്റെ ഇടയ്ക്ക് കണാക്കുണാന്ന് വർത്താനൊന്നും പറഞ്ഞേക്കരുത്. അയ്യേ, ഒരു അക്ഷരം ഞാൻ വേണ്ടില്ല. യെസ്, കം ഇൻ. What do you want? ശരി, പെരേരയെ കുറിച്ചുള്ള ചില വിവരങ്ങൾ അറിയാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ആദ്യമേ ആ ടോപ്പിക് എടുത്തിട്ടുണ്ട. മാഡം, ഈ വീട്ടിൽ ആകെ എത്ര പട്ടികളുണ്ട്? 14. 14. അയ്യോ, താൻ ഈ ക്വസ്റ്റ്യനിങ് ഒന്നും എന്നെ പഠിപ്പിക്കണ്ടോ വിട്ടി? താങ്ക് യു. ഈ പെരേരയുമായുള്ള നിങ്ങളുടെ ബന്ധം ഒന്ന് വിശദീകരിക്കാമോ? ഓ, പെരേര അവൻ എന്റെ സ്വന്തം മോനെ പോലെയാ. നോട്ട് ഡൗൺ. സാറിന് പേനയുണ്ട? ഇല്ല, പുഴുകി തിന്നു. ഒരു പേനയില്ലാതെ ഇൻവെസ്റ്റിഗേഷൻ വന്നിരിക്കുന്നു. പെരേരയുടെ സ്വഭാവം എങ്ങനെയാ? വളരെ സ്നേഹമുള്ളവനാ. എന്തെങ്കിലും ആഗ്രഹിച്ച അത് നേടിയെടുക്കാൻ വേണ്ടി അവൻ എന്തും ചെയ്യും. He's a boxer. എവിടെയാ അവന്റെ നാട്? He's
ഫ്രം ബോംബെ. ബോംബ് സ്ഫോടനം. ബോംബെ? യെസ്, ബോംബെ. അവിടെ വലിയ തെമ്മാടിയായിരുന്നു. അവന്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ ഡഗ്ലസ് ആണ് ഇങ്ങോട്ട് അയച്ചത്. ആരാണ് ഡഗ്ലസ്? ബോംബെയിൽ ഒരു ഗോൾഡ് മർച്ചന്റ് ആയിരുന്നു. ഇപ്പോ ഇംഗ്ലണ്ടിൽ സെറ്റിൽ ചെയ്തിരിക്കുക. ഐ സീ. അപ്പൊ അന്വേഷണം ഇംഗ്ലണ്ടിലേക്കും വ്യാപിപ്പിക്കേണ്ടി അത് വരും. പ്രശ്നമല്ല സാർ, ഞാൻ പാസ്പോർട്ട് എടുത്തിട്ടുണ്ട്. പാസ്പോർട്ട് വേണ്ടേ? നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം സത്യമാണോ? യെസ്. എങ്കിൽ ഇതിലൊന്ന് ഒപ്പിടൂ. താങ്ക് യു വെരി മച്ച് മാഡം. താങ്ക് യു. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ യെസ്. ഇപ്പൊ എന്തായി? എടോ, ഓരോരുത്തരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് ഓരോരോ നാക്കുണ്ട്. ഇനിയെങ്കിലും മനസ്സിലാക്കി. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, ഈ പെരേര ബോംബെയിൽ നിന്നുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. എത്രയും വേഗം ബോംബെയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. അതിന് മാർഗമുണ്ട് സാർ. എന്റെ ഒരു അടുത്ത കൂട്ടുകാരൻ ബോംബെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടറാണ്. അവനൊരു കത്തിട്ടാൽ അവൻ പെരേര. ഹായ്, കം 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 കം. നീ എന്ത് പോത്തിനാണ് ബോംബെയിൽ കാണിച്ചിരിക്കുന്നത്? നിന്നെ അന്വേഷിച്ചേ പോലീസ് വന്നിരിക്കുന്നു. കം കം കം, നോട്ടി ബോയ്. അതെ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. വല്ലതും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കി. നേരം കുറെ ആയിരിക്കണ്. വേണ്ട, ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഉറങ്ങാനില്ല. ഉറങ്ങിയാൽ ഉടനെ പോലീസ് വന്ന് ഇരിക്കുന്നതാണ് സ്വപ്നം കാണണേ. നീ പോയി കിടന്നോ, നമ്മൾ വരാം. ഈ മനുഷ്യന്റെ പരാന്ത. അയ്യോ, സൈതാലിക്കാം. നീയോ? നീയല്ല ആസ്പത്രിയിൽ നിന്ന് ഒരു പെണ്ണിനും കൊണ്ട് എന്റെ വണ്ടി കയറിയത്? അതെ സൈതാലിക്ക. അവളെ നായിന്റെ മോനെ, നിന്നെ തപ്പിയല്ല ഞാൻ നടക്കുന്നത്. സൈതാലിക്കാം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ടാ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട കള്ള ഹിമാറെ. ഇന്നത്തെ കൂട്ടി 9ാമത്തെ പ്രാവശ്യം പോലീസുകാർ ഇന്ന് ഇടിച്ചിട്ട് പോണേ. വൈദ്യര് പറഞ്ഞ എന്താന്ന് ഇങ്ങനെ ഡെയിലി ഒറ്റയടിക്ക് ചികിത്സിക്കാൻ പറ്റൂല. പോലീസിന്റെ അടുത്ത് മൊത്തത്തെ അടി കിട്ടുമെന്ന് അറിയട്ടെ. എന്നിട്ട് ഒന്നാമത് കഷായം വെച്ച് തരാം. എന്തിനാ പോലീസ് ഇരിക്കുന്നത്? പോലീസ് ഇടിക്കുന്നതോ? ഓർക്ക് എന്നോടുള്ള സ്നേഹം മോനെ. പോലീസിന്റെ ഇടി കഴിയുമ്പോ ഉള്ളിത്താൻ ആൾക്കാർ വരും. ദോഷം പറയരുത്, അവരുടെ ഇടിയല്ല, കഴുത്തുടിച്ച് ഇങ്ങനെ തിരിക്കല. നീ ഒരൊറ്റ ഒരുത്തൻ കാരണം എന്റെ കുടുംബം ഇറങ്ങേറിലായത്. പോലീസിന് ഉള്ളിത്താനും പിടിച്ചിന്റെ കെട്ടോലും കുട്ടികളും വീട്ടിൽ കൊണ്ടാക്കാൻ പോവാ. അല്ലേ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ വാ ഇറങ്ങോട്ടെ പോലീസ് സ്റ്റേഷനിലേക്ക്. അന്ന് ബാങ്കിൽ നിന്ന് മോഷിച്ച കാശില്ലേ, അത് അവിടെ കൊണ്ടുപോയി പുറത്തേക്ക്. എന്നാ ബാക്കിയുള്ളവർക്കെങ്കിലും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ. ആ കാശ് എന്റെ ഇല്ല സൈതാലിക്ക. പിന്നെ അത് ബെന്നിയുടെ കയ്യില്ല. സത്യമാണ് ഞാൻ പറയുന്നത്. ബെന്നി തപ്പിയാണ് ഞാൻ നടക്കുന്നത്. അവന്റെ കയ്യിൽ നിന്ന് ആ പണം തിരിച്ചു കിട്ടിയ അത് പോലീസിൽ ഏൽപ്പിച്ച് ഞാൻ സറണ്ടർ ആയിക്കോളാം. ഇല്ലെങ്കിൽ എന്റെ പെങ്ങളെ എനിക്ക് ജീവനോടെ കാണാൻ പറ്റില്ല. ഇക്കയുടെ അനിയനാണെന്ന് കരുതി എന്നെ ഒന്ന് സഹായിക്കും. ബെന്നി എവിടെ ഉണ്ടെന്ന് സീതാലിക്ക് അറിയോ? ബാങ്കിൽ നിന്ന് പണം എടുക്കണം എന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടുന്ന് നാട് വിടാനാ പരിപാടി എന്നാണ് അന്ന് പറഞ്ഞത്. മുതലാളി, മുതലാളി, എന്തായി കൊച്ചുകുളപ്പാങ്കാലത്ത്? മുതലാളി ജൂവലറി കൊള്ളയടിച്ചു. വെരി ഗുഡ്. എത്ര കിട്ടി? അല്ല മുതലാളി, നമ്മുടെ ജൂവലറിയാ കൊള്ളയടിച്ചത്. ഒന്നുകളെല്ലാത്തിനും ഞാൻ. അയ്യോ മുതലാളി, ഞങ്ങളല്ല, വേറെ കള്ളന്മാര് കുത്തി തുറന്ന് അടവടല കൊണ്ടുപോയി. എന്റെ ദൈവമേ, എന്റെ കർത്താവ്, ഉണ്ണിത്താ മുതലാളി വന്ന അവിടെ പലതും നടക്കും. ദൈവമേ, എന്താണ് പൗലോസേ? എന്താ സംഭവിച്ചെന്ന് അറിയില്ല മുതലാളി. ഞാൻ രാവിലെ വന്നപ്പോ പാറാവുകാരൻ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. താറാവുകാരൻ അല്ല, പാറാവ് സെക്യൂരിറ്റി. താൻ പോലീസ് വിവരം അറിയിച്ചോ? ജീപ്പിന് സ്റ്റാർട്ടിന്റെ കൂടെ ഉള്ളതുകൊണ്ട് എത്ര അല്പം വൈകുന്നു സി ഐ പറഞ്ഞു. എന്റെ ദൈവമേ, താനും കൂടി മറക്കേ, ഇങ്ങോട്ട് മറക്കേ. തുറക്കണ, തുറക്കണ.
ഭഗവാനെ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അയ്യോ എന്റെ ദൈവമേ. നമ്മുടെ കൂട്ടത്തിൽ ഈ നമ്പറിലൊക്കെ തുറക്കാൻ അറിയാവുന്ന ഏക വ്യക്തി ബെന്നിയാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ, ഇനിയിപ്പോ മുതലാളിയുടെ ഊഹം തെറ്റാണെങ്കിൽ പോലും അത് ക്ഷമിക്കേണ്ട കടമ ഞങ്ങൾക്കില്ലേ? മിനിമം 50 ലക്ഷം രൂപയുടെ സ്വർണമായി എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്നു മുതൽ നമുക്ക് വല വീശണം. അപ്പൊ കള്ളക്കടത്ത് നിർത്താമെന്നാണോ? ഓ, വിഡിത്തം പറയാതെ ആ ബെന്നിയെ വല വീശി പിടിക്കണം. അവനെ കൊന്നു കുഴിച്ചു മൂടി ആ സ്വർണം തിരിച്ചു പിടിച്ചാലേ എനിക്കിനി ഉറക്കം വരും. എനിക്ക് വിഗ്രഹമോഷണങ്ങളായിരുന്നു ഈ അടുത്ത കാലം വരെ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രധാന പ്രശ്നം. നാളിതുവരെ നടന്നിട്ടുള്ള 274 വിഗ്രഹമോഷണ കേസുകളിൽ 16 എണ്ണം തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം ബാങ്ക് കവർച്ചകളാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ 5 മോഷണങ്ങളാണ് നടന്നിരിക്കുന്നത്. ഈ നിരക്കിൽ തന്നെ കവർച്ച തുടരുകയാണെങ്കിൽ 6 മാസത്തിനകം ഏറ്റവും കുറഞ്ഞത് 60 മോഷണങ്ങളെങ്കിലും നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അവസരത്തിൽ ബാങ്ക് കവർച്ചകളിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള പുരോഗതിയെക്കുറിച്ച് SP ശ്രീകണ്ഠൻ നായർ എന്ത് പറയുന്നു? സാർ, ഈ കവർച്ചകളുടെ പിന്നിലെ കറുത്ത കൈ പെരേരയുടേതാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ട്. ബോംബെ പോലീസുമായി ബന്ധപ്പെട്ട് പെരേരയെ പറ്റിയുള്ള ചില പ്രധാന വിവരങ്ങൾ ശേഖരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ബോംബെയിലെ പ്രീതം ബാങ്കേഴ്സ്, ലാലാജി ഫൈനാൻസിയേഴ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ കവർച്ചകൾ നടത്തിയതും ക്യൂൻ മേരീസ് മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപ വിലവെടുപ്പുള്ള രത്നങ്ങൾ മോഷ്ടിച്ചതും ഈ പെരേര തന്നെയാണെന്ന് മഹാരാഷ്ട്ര പോലീസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ അധോലോക ഭീകരൻ കേരളത്തിലേക്ക് കടന്നിരിക്കാൻ ഇടയുള്ളതായി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പെരേരയെ ഐഡന്റിഫൈ ചെയ്യാൻ അടയാളം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നോ സർ, പല സ്ഥലത്തും പല വേഷത്തിലാണ് അയാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ആളെ തിരിച്ചറിഞ്ഞ ശരീരത്തിൽ നിന്നും ഒരു രൂപം വരച്ചെടുക്കാനുള്ള ശ്രമം ഫിഗർ എക്സ്പെർട്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ നടന്ന എല്ലാ ബാങ്ക് മോഷണങ്ങളെയും പിന്നിൽ ഇതേ പെരേര തന്നെയാണെന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ കഴിയും. ഇനി എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. സാർ, എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. സെൻട്രൽ പോലീസ് സ്റ്റേഷന് അലോട്ട് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ജീപ്പിന് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരു നല്ല മൂത്രപ്പുരയോ ഊണുമുറിയോ ഇല്ല എന്നുള്ളതാണ് സത്യം. നോൺസെൻസ്. ഇതൊക്കെ പറയാനുള്ള വേദി അല്ല ഇത്. ഒരു പോലീസുകാരനായി ജനിച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മൂത്രമൊഴിക്കാൻ പാടില്ല. നത്തിങ് മോർ സർ. ഓക്കെ. ഹലോ, ഉണ്ണിത്താമല്ലേ? ഞാൻ ശങ്കരനാ, PC. പെരേരയെ കുറിച്ച് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. താൻ ധൈര്യമായിട്ടിരിക്കെ. തനിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നത് വരെ ഞാൻ തന്റെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ? എന്റെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും തെറ്റാറില്ല. അത് പിന്നെ നല്ല ഒന്നാം തരം കാൽക്കുലേറ്റർ അല്ലേ മുതലാളിയുടെ കയ്യിലുള്ളത്? ബെന്നി എന്നെ വിട്ടുപോയത് വേറെ വമ്പൻ സ്രാവിന്റെ സംഘത്തിൽ ചേരാനായിരുന്നു. ആരാ മുതലാളി? ബോംബെ അധോലോകത്തിന്റെ ആണിക്കല്ലേ പെരേര. ഓ, ഇപ്പൊ എനിക്കെല്ലാം വ്യക്തമാകുന്നു. എന്റെ ജൂവലറി കൊള്ളടിച്ചതും ആ പെരേരയായിരുന്നു. ബെന്നി അയാളെ സഹായിച്ചിരിക്കും. ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ കൊള്ളടിക്കുന്ന പല സ്ഥാപനങ്ങളുമാണ് പെരേര ഇപ്പൊ നോട്ടമിട്ടിരിക്കുന്നത്. അവനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തി അവന്റെ സമ്പാദ്യം കൈക്കലാക്കി അവൻ കണ്ണു തുറന്ന് വായിച്ചു നോക്ക്. തന്റെ കയ്യിൽ നിന്ന് പണം തട്ടിക്കൊണ്ടുപോയ നിസാറിനല്ല, ഇന്റർനാഷണൽ ക്രിമിനൽ ആണെന്ന്. ഇത്രയും വലിയൊരു ക്രിമിനലിനെ താൻ ഒറ്റയ്ക്ക് പിടിക്കുമെന്നോ? അതിനെ താൻ ഗോപി വരച്ചോണ്ടിരുന്നാ മതി. ആരാണ് സാർ ഈ ഗോപി? തന്റെ അമ്മായിയപ്പൻ. ഓ, മൈ ഫാദർ ഇൻ ലോ. He is not Gopi. He is Sheshu. B.A. Sheshadri. B.A.B.T. He is no more. തന്നെ ഞാൻ കൊല്ലും. എന്റെ അവസ്ഥ മനസ്സിലാക്കാതെ സാർ രാവിലെ ജോക്ക് അടിക്കുന്നല്ലോ സാർ. എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല സാർ. മൈൻഡ് യു, ഒരാഴ്ചക്കകം നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചടച്ചില്ലെങ്കിൽ തന്റെ എല്ലാ സ്വത്തുക്കളും ജപ്തി ചെയ്യാൻ കമ്പനി നടപടിയെടുക്കും. യു ക്യാൻ ഗോ. സ്വാമി, ആഭ്യന്തരമന്ത്രി IG വിളിച്ചിരുന്നു.
അന്വേഷണം എവിടം വരെ ആയിന്നറിയാൻ. നമ്മുടെ ഈ പെരേരയും സുകുമാരക്കുറുപ്പും വീരപ്പനും ഒക്കെ ഒരേ ബ്ലഡ് ഗ്രൂപ്പുകാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഛേ, ഒന്ന് നോക്കിയാൽ നമ്മളൊക്കെ കഴിവില്ലാത്ത മണ്ണന്മാർ തന്നെയാണ്, അല്ലെ സാറേ? ഓർത്തില്ല ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ പ്രസാദം. അവിടെ വെച്ചേക്ക്. Yes. താങ്ക് യു വെരി മച്ച് സാർ. എന്താ സ്വാമി? പെരേരയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടി എന്നൊരു വാർത്ത സാറിന്റെ നാക്കിൽ നിന്നും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിക്കടി ഇങ്ങോട്ട് വരുന്നത്. എന്നാൽ ഇനി ഇങ്ങനെ എന്നും വന്ന് അന്വേഷിക്കണ്ട. ആളെ കിട്ടുമ്പോ ഞങ്ങൾ സ്വാമി വിവരം അറിയിക്കാം. വീട്ടിലിരുന്നിട്ട് മനസമാധാനം കിട്ടണില്ല. മാനേജിംഗ് ഡയറക്ടർ എന്നെ ഡിസ്മിസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അയ്യോ പാവം സ്വാമി, ഗുരുവായൂർ അമ്പലത്തിൽ പോയി 7 ദിവസം ഭജന ഇരുന്ന മനസ്സിന് സമാധാനം കിട്ടും, വിചാരിച്ച കാര്യം നടക്കുകയും ചെയ്യും. സ്വാമി തൽക്കാലം ചെല്ലേ. കേസ് അന്വേഷണം ഊർജിതപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ തരാം. കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ഒരു ചെറിയ കൈക്കൂലി 2 എടുത്തോണം. സോറി സർ, ഇവിടെ പറഞ്ഞതാ സർ. സർ ഓക്കെ സർ. ആരാ സാർ? ഐഡിയ. മഹാരാഷ്ട്രയിൽ നിന്ന് സീനിയർ റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരാൻ പോകുന്നു. എന്റെ ഗുരുവായൂരപ്പ. May I come in? Yes. I am Vishwanath, Superintendent of Police, Bombay. ശ്രീകണ്ഠൻ നായർ, പ്ലീസ്. Thank you. ഇങ്ങോട്ട് വരാനുള്ള പ്രധാന കാരണം, ഓ, മലയാളിയാണല്ലേ? യെസ്, സോറി ഫോർ ഇന്ററപ്ഷൻ. പ്ലീസ് ക്യാരി ഓൺ. പെരേരയുടെ വേറബോട്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? അത് എക്സാക്ട് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ക്യാരി ഓൺ. ആ, പിന്നെ അയാളുടെ സഹോദരിയാണെന്ന് കരുതപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. ഈ കേസ് അന്വേഷണത്തിൽ മഹാരാഷ്ട്ര പോലീസിന്റെ എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, താങ്ക്സ്. ബൈ ദ വേ, ഈ പെരേരെ കണ്ട തിരിച്ചറിയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? യെസ്, ആലം ആൻഡ് അലോട്ട് കമ്പനി മാനേജർ ഒരു അനന്തകൃഷ്ണസ്വാമിക്കും പിന്നെ എനിക്കും അവനെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. Okay then, I will make a move. One important thing. പെരേരെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്താൽ ഉടൻ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. Because he is the most wanted criminal in Bombay city. ഓഹോ, വളരെ സ്മാർട്ട് പോലീസ് ഓഫീസേഴ്സിന്റെ ഒരു ടീം എന്നോടൊപ്പം കേരളത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോ പെരേരെ കേരള പോലീസ് പിടിക്കുന്നതിന് മുമ്പ് തന്നെ മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നും വരും. കേരള പോലീസ് വാചകത്തിലല്ല, പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത്. വെല്ലുവിളിയാണോ? അങ്ങനെ കരുതിയാലും വിരോധമില്ല. Then I am accepting your challenge. You are welcome. ഇന്നു മുതൽ ഞാനല്ല പെരേര, അവനാണ്. അവൻ പോലീസ് കസ്റ്റഡിയിൽ ആവുന്നതിന് മുമ്പ് നമുക്ക് ട്രാപ്പ് ചെയ്യണം. അവനെ കൈ കിട്ടുന്നോണ്ട് നമുക്കെന്ത് പ്രയോജനമെന്ന് പെരേര സാബ് പറഞ്ഞില്ല. ബേവക്കൂഫ്. ദിമാഗ് ചാഹിയേ, ദിമാഗ്, ബുദ്ധി, ഇന്റലിജൻസ്. മഹാരാഷ്ട്ര പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള 74 കേസുകളിൽ 1-ാം പ്രതിയാണ് ഞാൻ, അല്ലെ? അതെ. മഹാരാഷ്ട്ര പോലീസിന്റെ റെക്കോർഡ്സ് പ്രകാരം ഞാനിപ്പോ കേരളത്തിലാണ്. എന്നാൽ ഇവിടുത്തെ പോലീസിന്റെ റെക്കോർഡ്സിൽ പെരേര ഞാനല്ല, വേറൊരു സാധുവാണ്. എന്നെ ട്രേസ് ചെയ്യാൻ മഹാരാഷ്ട്ര പോലീസ് കേരള പോലീസിന്റെ സഹായം തേടാതിരിക്കില്ല. സോ ഇവിടുത്തെ സാധു പെരേരയെ നമ്മൾ
തപ്പിയെടുത്ത് തട്ടിക്കളഞ്ഞാൽ ഇവിടുത്തെ പോലീസ് എന്ത് വിചാരിക്കും? സാബു മരിച്ചു. കറക്റ്റ്. അതോടെ എന്റെ പേരിലുള്ള കേസ് ഫയലുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു. വേറൊരു പുതിയ രൂപത്തിൽ, വേഷത്തിൽ, പേരിൽ ഞാൻ വീണ്ടും നമ്മുടെ പണി തുടരുന്നു. ഒന്നുകിൽ ഇവിടെ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത്. എപ്പടി? സാബ് ഒരു ജീനിയസ് ആണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ സാബായതും നിങ്ങളെല്ലാം എന്റെ ശിങ്കിടികളായതും. ഓക്കേ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? സർ, ഓപ്പറേഷന് വേണ്ടി ഞാൻ കരുതിയിരുന്ന പണം നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. അത്രയ്ക്ക് ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. അങ്ങനെ പറയരുത് സർ, എന്റെ പെങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ. എക്സ്പ്ലനേഷൻസും എനിക്ക് കേൾക്കണ്ട. ഇനിയൊരു പെയിൻ വന്നാൽ ഓർമ്മശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജ് വന്നേക്കാം. കാഴ്ചശക്തി നഷ്ടപ്പെട്ടേക്കാം. ഒടുവിൽ ഒരു കോമാ സ്റ്റേജിൽ ജീവിതാവസാനം വരെ. പ്ലീസ് സർ, ഞാൻ നോക്കിയിട്ട് കാശിന് ഒരു മാർഗവും കാണാഞ്ഞിട്ടാ. കാശിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോട് പറഞ്ഞാൽ മതി. അവർ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാനേ എനിക്ക് നിവൃത്തിയുള്ളൂ. വേണമെങ്കിൽ എന്റെ ഫീസ് വേണ്ടെന്ന് വെക്കാം. അതിലുപരി എനിക്ക്. സാറിനി അടുത്തെന്നാണ് വരുന്നത്? നെക്സ്റ്റ് 12th. അതിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും പണം അറേഞ്ച് ചെയ്യാം സാർ. നിങ്ങൾ എത്ര പേരുണ്ട്? എടീ, നിന്റെ ഊമക്കളൊന്നും ഞങ്ങളോട് വേണ്ട. ഇതിനേക്കാളും വലിയ ഊമക്കളിക്കാരെ കൊണ്ട് ഞങ്ങളെ സത്യം പറയിച്ചിട്ടുണ്ട്. പറയടി, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ഇവള് പറയത്തില്ല സാറേ. കുറച്ചു നേരം എനിക്ക് വിട്ടു തന്നാൽ ഞാൻ പറയിപ്പിക്കാൻ സത്യം. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. എവിടെയാണ് നിങ്ങളുടെ ഒളിത്താവളം? പറയാ. പറയാ. പറയണേ. നിർത്ത് സാർ. എല്ലാവരും കൂടെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്ത ഈ പാവം ചത്തുപോകും. പിന്നെ കിട്ടാനുള്ള വിവരം പോലും കിട്ടില്ല. താൻ ഉത്തരവൊന്നും വേണ്ട. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അണ്ടർവേൾഡ് ഗാങ്ങിലെ മെമ്പറാണ് ഇവൾ. ബെൽറ്റ് ബോംബ് വെച്ച് ആരെങ്കിലും കൊല്ലാൻ ബ്രെയിൻ വാഷ് ചെയ്ത് വിട്ടിരിക്കലെന്ന് ആര് കണ്ടു? ഈ കുട്ടി സംസാരിക്കില്ല എന്നുള്ളത് ഉറപ്പാ. വേണമെങ്കിൽ നമുക്ക് ഇവള് കിടന്ന ആസ്പത്രിയിലെ ഡോക്ടറെ വിളിച്ച് ചോദിക്കാം. ദയവ് ചെയ്ത് തൽക്കാലം ഈ ടോർച്ചറിംഗ് ഒന്ന് നിർത്തൂ പ്ലീസ്. ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവനെ കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റേഷനിൽ തന്നിരിക്കണം. ഇല്ലെങ്കിൽ ചവിട്ടിന്റെ ലങ്സിലേക്ക് കളയും. എവിടാ അവര്? ആര്? ആ പെരേരയും ബെന്നിയും. നമ്മക്കറിയില്ല. അവരെവിടെയുണ്ടെന്ന് പറയുന്നവരെ നിന്നെ മനസമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? എന്താ ചെയ്തലിക്കത്? പതുക്കെ. അപ്പൊ എന്നെ പറ്റി കേട്ടതൊക്കെ ശരിയാണല്ലേ? പഴയ പണിയൊക്കെ നിർത്തി പുണ്യാളച്ചനാവാൻ പോണെന്ന് പറഞ്ഞിട്ട്. ചെയ്തലിക്ക, ഞാൻ ഒന്നും നീ പറയണ്ട. നീയും ആ പെരേരും കാരണം എന്റെ ജീവിതം നായാക്കി. ഇടി കഴിഞ്ഞ നേരല്ലേ പോരേല്. ഇന്റെ കെട്ടിയാലും കുട്ടികളും അവരെ വീട്ടിലാക്കിയിരിക്കുകയാണ് ഞാൻ. ചെയ്തലിക്ക, ഞാൻ പറയടാ, കണ്ണു ചോരില്ലാത്ത പണിയല്ലേ നീ ചെയ്ത്. മര്യാദയ്ക്ക് അവന്റെ പണം കൊണ്ടുപോയിക്കോട്ടെ. അല്ലെങ്കിൽ ഇന്നു മുതൽ നീയും ഞാനും തമ്മിൽ. ആ പണം തിരിച്ചു കൊടുക്കാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത്.
അതെ ആ നടന്നതല്ല ഞാൻ പറയാം. അതെ നിങ്ങൾ ഇങ്ങനെ എന്റെ പുറകെ നടന്നിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ബെന്നി അറിയില്ല, പെരേറെ അറിയില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ? പെരേരെ രക്ഷിക്കാനുള്ള പയ്യല്ലേ നമ്മൾ നോക്കണേ. അവന്റെ പെങ്ങളുടെ ഓപ്പറേഷനുള്ള പണം കൊണ്ട് ബെന്നി എത്തിയിട്ടുണ്ട്. എവിടുണ്ട് ബെന്നി? ബെന്നി ബെന്നി നിങ്ങൾ ഇവിടെ നിന്നാ മതി, ഞാൻ ചെന്ന് ജോസി വിളിച്ചോണ്ട് വരാം. ബെന്നി ഓളെ നമുക്ക് വിശ്വസിക്കാലോ അല്ലേ? അല്ല നമ്മളോട് കൂടെ ഇരുന്നോളാൻ പറഞ്ഞിട്ട് അവൾ അകത്തോട്ട് പോലീസിന് ഫോൺ ചെയ്താലോ? എന്നാ പിന്നെ ആശുപത്രി ചെയ്താൽ പോരെ? അത് ശരിയാ. അല്ല നമുക്കിപ്പോ ആരെ വിശ്വസിക്കാൻ പാടില്ലെന്ന് ഒരു പിടി കിട്ടാതായിരിക്കുന്നു. ആകെപ്പാട് ഒരു കൺഫ്യൂഷ്യസ്. ജോസി 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 മേഴ്സിക്ക് ഇനിയും ബെന്നിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ പോലീസിന് കീഴടങ്ങാൻ പോവുകയാണ്. എല്ലാം ഞാൻ അവരോട് തുറന്നു പറയും. തൽക്കാലം പോലീസിന്റെ ഉപദ്രവത്തിൽ നിന്നും നാൻസി രക്ഷപ്പെടുമല്ലോ. നേരിട്ട് പറഞ്ഞാൽ നീ സമ്മതിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈ ഭീരുത്വം കാണിക്കുന്നത്. എല്ലാം വിധി പോലെ വരട്ടെ. സ്നേഹത്തോടെ ജോസി. ജോസി അവിടെ ഞാൻ പോലീസിന് കീഴടങ്ങാൻ പോവുകയാണ്. എന്ത് മണ്ടത്തിലാണ് അയാൾ കാണിച്ചത്. പോലീസിന്റെ കയ്യിൽ അങ്ങനെ കിട്ടിയ ഇത് പിടിച്ചേ. എന്താ എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. സൈഡിലേക്ക് അങ്ങോട്ട് നീങ്ങിയില്ല. ഞാൻ എന്താ നീങ്ങിയിരിക്കുന്നു? 10 രൂപ ഞാൻ വണ്ടി പറഞ്ഞില്ല. തമ്പി ഏതാവത് വിവരം കിടച്ചാ ഉടനെ അറിയിച്ചിടുങ്കോ. ശരി മുറുക ഒന്നും ചൊല്ലി പ്രയോജനമില്ല. அந்த 5000 கோடி തിരുമറി നടത്തിന് അർഷദ് മേത്താവ ഇന്നും ജയിലിലേക്കുള്ള പോള മുടിയില്ല. പിന്നെ അല്ലതാ இந்த 5 ലക്ഷം മോഷിച്ച പരേരാ அந்த அயோக்கிய பையன் கையில கிடைச்ச நான் கொலை பண்ணிடுவேன். നീ ഇപ്പൊ പോലീസിന് പിടി കൊടുക്കരുത്. വിടാനാ പറഞ്ഞു. ഇല്ല ഞാൻ സറണ്ടർ അല്ലെങ്കിൽ നാൻസി അവര് നിന്റെ പണമായിട്ട് ഞാൻ വന്നിരിക്കുന്നു. ഓടി വാങ്ങോ ഓടി വാങ്ങോ ഓടി വാങ്ങോ പരേരെ 5 ലക്ഷം പരേരെ പിടിച്ചു ഓടി വാങ്ങോ സഞ്ചി ഓടി നമ്മുടെ സാധ്യല്ല. എന്ത് പറ്റി സ്വാമി? രജനീകാന്ത് ഇടിக்கிற മാതിരി ഇടിച്ചിട്ട് കാറിൽ ഏറിപ്പോയാച്ച്. എന്റെ ഗുരുവായൂരപ്പ ജോസി ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും. താനിപ്പോ 5 ലക്ഷവും തട്ടിപ്പറിച്ചുകൊണ്ടോടി വെറും ഒരു കള്ളനല്ല. മഹാരാഷ്ട്ര പോലീസിനും കേരള പോലീസിനും ഒരുപോലെ ആവശ്യമുള്ള പിടികിട്ട പുള്ളിയാണ്. ബോംബെ അധോലോകത്തിലെ ഒരു പ്രധാന കണ്ണി. ബോംബെയോ? കുട്ടിക്കാലത്ത് മമ്മിയുടെ കൂടെ വേളാങ്കണ്ണി പോയെന്ന് വെച്ചാൽ കേരളത്തിന് പുറത്ത് എവിടെയും ഞാൻ പോയിട്ടില്ല. അത് നമുക്കല്ല അറിയുള്ളൂന്ന്. ആ പെരേരെല്ലാം നിന്ന് പോലീസിനും കൂടി ബോധ്യാവണ്ടേ? അവരെ ഇടികൊള്ളുമ്പോ പെരേരെല്ലാം ദാവൂദ് ഇബ്രാഹിം ആണെന്ന് സമ്മതിച്ചു. അയ്യോ ഇതിപ്പോ പെരേര എന്ന് പേരുള്ള വേറെ ആരോ ചെയ്യുന്ന മോഷണങ്ങളാണ് ഇയാളുടെ തലയിൽ വന്നിരിക്കുന്നത്. കൂടുതൽ സസ്പെൻസ് ഒന്നും വേണ്ട. നീ ഇപ്പൊ പറഞ്ഞ ആ പെരേരയാണ് ഈ പെരേര. ഒളിച്ചുകളി എനിക്കിഷ്ടമല്ല. ഓൺലി സ്ട്രൈറ്റ് ഡീലിങ്സ്. എനിക്കിപ്പോ വേണ്ടത് എന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റിനെയാണ്. ഡെഡ് ഓർ അലൈവ്. ഇവനെ കൈ കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്.
ഇങ്ങോട്ട് വാടാ മോനെ. വാ മോൻ വാ. വാടോ. വാ. I say come. Come on. Come on. Come here, I say. Nice boy. ഐ ജിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? ഐ ജിയുടെ മുഖത്തിന് എന്ത് പറ്റി സാർ? ഓ, സ്റ്റേഷന്റെ തൊട്ട് മുമ്പിൽ വെച്ച് കിട്ടിയിട്ട് പോലും പെരേരയെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ? പെരേര എത്തിയ സമയത്ത് തന്നെ കേരള എക്സ്പ്രസ് അതുവഴി വന്നതാണ് സർവത്ര കുഴപ്പത്തിനും കാരണം. എന്റെ കയ്യിൽ ഒരു ചുവന്ന തുണി ഉണ്ടായിരുന്നെങ്കിൽ അത് വീശി കാണിച്ച് ഞാൻ ട്രെയിൻ നിർത്തിച്ചാനേ. ഓടാ, അല്ലെങ്കിൽ ഈ കേരള എക്സ്പ്രസ് എപ്പോഴും ലേറ്റാ. അല്പമെങ്കിലും നെറിവുണ്ടെങ്കിൽ അത് വഞ്ചിനാടിന് മാത്രമാണ്. വേനാടൊക്കെ പോയി. സാർ ഒന്ന് നോക്കിയാൽ കേരള എക്സ്പ്രസിലും ജയന്തി ജനതയിലൊക്കെ സീസൺ ടിക്കറ്റുകാരെ റിസർവേഷൻ കമ്പാർട്ട്മെന്റുകളിൽ കേറ്റില്ല എന്ന് മന്ത്രി പറയുന്നത് വളരെ കഷ്ടമാണ്. സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. എടോ, തന്നെ വിളിപ്പിച്ച കാര്യമെന്ത്? താൻ പറയുന്ന കാര്യമെന്ത്? സാർ എന്ന് പറഞ്ഞാൽ ഈ ഹർഷത് മേത്ത അങ്ങനെ. ഓ, താനങ്ങോട്ട് മാറി നിൽക്കേ. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ. കുഞ്ഞീശോ സാർ, ഈ പെരേര രക്ഷപ്പെട്ടതിനെ കുറിച്ച് താൻ എന്ത് പറയുന്നു? സാർ, എന്റെ ബലമായ വിശ്വാസം പെരേര അവന്റെ ഗ്യാങ്ങുമായിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ വന്നതാണെന്നാ. എന്തേ? ഒന്നുമില്ല. പിന്നെ വീരപ്പൻ നടത്തിയത് പോലെ ഒരു വെല്ലുവിളി ആയിക്കോട്ടെ സാർ ഇത്? വെരി ഗുഡ്. തന്റെ ഈ ഫൈൻഡിങ്ങിൽ കലമ്പില്ലാതില്ല. പിന്നെ അവൻ ഓടിക്കളഞ്ഞത് അന്തരീക്ഷം പന്തിയല്ലെന്ന് കണ്ടതുകൊണ്ടാവാം. കറക്റ്റ്. സ്റ്റേഷനിൽ കുറച്ച് പോലീസുകാരെ കൂടി പോസ്റ്റ് ചെയ്ത തിരക്കില്ല സാർ. ഏത് നിമിഷവും ഇതുപോലുള്ള ആക്രമണ ശ്രമങ്ങൾ വീണ്ടും നടന്നേക്കാം. That's right. ആ, ഇതൊക്കെ പറഞ്ഞപ്പോഴാ ഓർത്തത്. സ്റ്റേഷന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ആ പെരേര എവിടെ പോയിരിക്കും സാർ? തന്റെ അമ്മായിയപ്പന്റെ വീട്ടിലേക്ക്. Nonsense. എല്ലായിടത്തും പെരേര തിരക്ക് മുതലാളി ഈ പല്ലവി ഞാൻ കേട്ടുപോരുത്. എന്റെ ദൈവമേ, കുറെ മണ്ടന്മാരെയാണല്ലോ എനിക്ക് അസിസ്റ്റൻസായി കിട്ടിയിരിക്കുന്നത്. ഞങ്ങളെ അങ്ങനെ അങ്ങ് അവമാനിക്കരുത് മുതലാളി. ഞങ്ങളുടെ ബുദ്ധി തെളിയിക്കാൻ ഒരവസരം കൂടി തന്നൂടെ? അയ്യേടാ, ഇനി പെരേര ഇവിടെ കൊണ്ടുവരാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അവന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടുവരിക. അപ്പൊ അവൻ താനെ ഇവിടെ വന്നോളൂ. ഇതായി മുതലാളിയുടെ കുഴപ്പം. ഞാനും ഈ ഐഡിയ പറയാനിരുന്നതാ. പറയാനായി നാക്കെടുത്തത് മുതലാളി പറഞ്ഞത് ഒരുമിച്ചായിരുന്നു. ഐഡിയയുടെ ക്രെഡിറ്റ് മുതലാളിക്ക് കിട്ടിയേ. ഇങ്ങനെ ഓ അയ്യോ അയ്യോ. என்ன வேணும்? இந்த வீடும் ப்ராப்பர்ட்டியும் செக்யூரிட்டியை கொடுத்தா கொஞ்சம் ரூபா கிடைக்கும். அந்த ரூபா கம்பெனி கொடுத்துடலாம். இல்லைன்னா கம்பெனி இந்த வீடு ஜப்தி பண்ணிடும். ஜப்தி பண்றதுக்கு இங்க யாராவது வந்தா அவங்க கையும் காலும் வெட்டி விடுவேனாக்கும். ஆமா, காமாட்சி கொஞ்சம் கருணை காட்டுடி. ஏதாவது ஜாமீன் கொடுக்கலன்னா எம்டி என்ன பிடிச்சி ஜெயில தள்ளுவான். அப்படியா? ஆமா. எனக்கு ஒரு சந்தேகம். கேளுடி கண்மணி. உங்களை எந்த ஜெயில போடுவாங்க? கண்ணூரா, திருவனந்தபுரமா? இல்ல, திருவனந்தபுரமா இருந்தா எனக்கு ரொம்ப சௌகரியமா இருக்கும். எனக்கு இந்த ஜூ மியூசியம் எல்லாம் பார்க்கணும்னு ரொம்ப நாளா ஆசை. ஜூக்கு வரும்போதெல்லாம் அப்படியே ஜெயில வந்து உங்களையும் பார்க்கலாமோ? எலிக்கு பிராண வேதனை, பூச்சிக்கு வீண வாயனை. கண்ணா, நீங்க சொன்னப்பதான் ஞாபகம் வந்தது. இந்த வீட்டுல ரொம்ப எலி சல்யம். இப்படி ஹார்ட் இல்லாம பேசாது. எனக்கு மனசுல ஒரு பாட்டு தோன்றது. மயில புடிச்சு காலை உடைச்சு ஆட சொல்ற உலகம், குயில புடிச்சு ஜெயில அடைச்சு கூக சொல்ற உலகம். நான் குயில மயிலடி. இத பாருங்க, நீங்க என்ன தொந்தரவு பண்ணி பிரயோஜனம் இல்ல. உங்க பணம் யாரோ தட்டி பறிச்சதானே? அந்த ஆளை இதுவரை போலீஸ் பிடிக்கல. இல்லை. அப்போ ஒண்ணு பண்ணுங்க, நீங்களும் யாருடையங்களும் கையில இருந்து பணம் தட்டி பறிச்சிடுங்க. என்ன? எனக்கு தட்டி பறிச்சு பரிச்சயம் இல்ல காமாட்சி. ஒண்ணு பண்ணுங்க, 2-3 வாட்டி தட்டி பறிச்சிடுங்க. தானே எக்ஸ்பீரியன்ஸ்.
പേഷ്യന്റിനെ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഡ്രൈവറോട് ജീപ്പ് ഇറക്കാൻ പറയും. സർ നോ ജീപ്പ് കൊണ്ടുവന്ന അത്ര സേഫ് അല്ല. ആംബുലൻസ് അറേഞ്ച് ചെയ്യും. അതങ്ങനെ ചെയ്യും. യെസ് സർ. ഹലോ, ഉണ്ണിത്താൻ മുതലല്ലേ? ഞാൻ ശങ്കരനാ, PC. അത് ശരി, ഓക്കെ. പോലീസ് സ്റ്റേഷനിൽ നിന്നും അവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ്. അവളെ കൊണ്ടുവന്ന് ആംബുലൻസ് തട്ടിയെടുത്ത് നേരെ ഗോഡൌണിലെത്തിക്കണം. അപ്പൊ കൂടെയുള്ള പോലീസുകാർ എന്ത് ചെയ്യണം? അവർക്കോ ഉമ്മ കൊടുത്തേരെ ഇടിയെ. ആംബുലൻസ് മുത്തു. മിടുക്കന്മാർ, ക്വാളിറ്റി. ഡോക്ടർ, എന്നെ രക്ഷിക്കൂ ഡോക്ടർ. എന്റെ ദൈവമേ, ആരെ തട്ടിക്കൊണ്ട് വരാനാണോ പറഞ്ഞേ? എന്തോ കളിയാണ്. ഇനി ഈ കൊലപാതകം കൂടി ഞങ്ങൾ കളിയിലാവും മുതലാളി. നാശം. ഈ കരുതൽ തൂക്കത്തെടുപ്പോ கழுதையா உன் அப்பன் தான் கழுதை. டாய் அறிவு கட்ட முண்டம் மாங்காத்தலையா, நான் யார் நினைச்சேன்? உங்க பார்த்து தானே என்னை காரால இடித்து விட்டேன். அடிடா, தைரியம் இருந்தா அடி. நான் எம்ஜிஆர் ரஜினிகாந்த் படம் பார்க்கும் உடம்படா உயிரடா உண்டா மோகரி அடி. എങ്ങനെയുണ്ട് ഡോക്ടർ? മയക്കം തെളിഞ്ഞാൽ പെയിൻ വീണ്ടും വന്നേക്കാം. അങ്ങനെ ഉണ്ടായാൽ പിന്നെ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. എന്റെ ഗുരുവായൂരപ്പ. എനിവേ, പേഷ്യന്റിനെ ഇങ്ങോട്ട് മാറ്റിയ വിവരം വളരെ രഹസ്യമായിരിക്കണം. ഓക്കെ 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 ഓക്കെ. അവന്റെ പെങ്ങളെ തട്ടിക്കൊണ്ടു വന്നാൽ ഒളിത്താവളത്തിൽ നിന്നും അവൻ പുറത്തു വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള വഴി നോക്കാം. സാർ, എന്റെ അഭിപ്രായത്തിൽ ഷരാബ്. നിന്റെ അഭിപ്രായം ഇവിടെ ആര് ചോദിച്ചു? തലയിരിക്കുമ്പോ വാലാടണ്ട ദേവക്കൂ. ഓഹോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ തുടങ്ങിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ശരി ശരി. ആരാ സാർ? ഡിവൈഎസ്പി ബഷീറാ. ഇന്നലെ MG റോഡിലെ ഒരു വീട്ടിൽ പോലീസ് ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് ഒരാൾ മോഷണം നടത്തിയിരുന്നു. യുവന്മാരെ ഒക്കെ. യെസ്. ഹലോ സർ, ഐ ആം വിശ്വനാഥ്, സൂപ്പർഡന്റ് ഓഫ് പോലീസ് ബോംബെ. ശ്രീകണ്ഠൻ നായർ. സോറി, ഇരിക്കൂ. താങ്ക് യു. ബാലേന്ദ്രൻ, താൻ ഫയലും എടുത്തോണ്ട് വരൂ. ഏത് ഫയലും? ഫയലും വാങ്ങാത്തില്ലൊന്നുമല്ല, പോലീസ് വേഷത്തിൽ വന്നിരിക്കുന്ന കള്ളനാണിവൻ. അവന് സംശയം തോന്നിക്കരുത്. പിറകെ പോയി പിടിക്കേ. ഞാൻ ഫയൽ എടുത്തിട്ട് വരാം. ബൈ, ഞാൻ വന്നിരിക്കുന്ന എന്തിനാണെന്ന് അറിയാമായിരിക്കുമല്ലോ. അറിയാം. അനങ്ങിപ്പോയത് കൊന്നു കഴിഞ്ഞാൽ. നോൺസെൻസ്. എന്താ സത്യം പറ, ആരാ നീ? എന്താ അതിന്റെ ഉദ്ദേശം? സാർ, ഞാൻ ഈ റോഡിലെ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയത് ഇവൻ തന്നെയാണ് സാറേ. എടാ, കള്ളനാണെന്ന് എങ്ങനെ പിടികിട്ടുന്നായിരിക്കും? ബോംബെയിൽ നിന്ന് ഒറിജിനൽ SP വിശ്വനാഥൻ ഇവിടെ വന്ന് റിപ്പോർട്ട് ഇട്ടാണ് പോയത്. ഒറിജിനൽ വിശ്വനാഥോ? ഞാനാണ് വിശ്വനാഥ്. സംശയമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ബ്രീഫ് കേസ് നോക്കണം. എന്റെ ഐഡന്റിറ്റി കാർഡും ഡിപ്പാർട്ട്മെന്റ് ഓതറൈസേഷൻ ഇതിനകത്തുണ്ട്. കാക്കി കുപ്പായിട്ടിട്ട് കോമാളി വേഷം കെട്ട നീ. കാക്കി കുപ്പായിട്ടിട്ട് അരി മേടിക്കുന്നവരാടാ ഞങ്ങള്. നിന്റെ വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട. ഐ ആം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്. സോറി.
അതാരാ? തിരിച്ചറിഞ്ഞവർ പറഞ്ഞു കൊടുത്ത അടയാളങ്ങൾ വെച്ച് എക്സ്പെർട്സ് വരച്ചെടുത്ത പെരേരയുടെ ചിത്രങ്ങളാണ്. മൈ ഗോഡ്. അപ്പൊ SP വിശ്വനാഥനായി വേഷം കെട്ടി ഇവിടെ വന്നത് പെരേരയാ? എന്റെ ഗുരുവായൂരപ്പ, ഇത് സാർ അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നില്ലേ? ഛേ! ധൈര്യമായിട്ട് വരികയാണ്. ഇവിടെ ആരും വരില്ല. 8-10 കൊല നടന്ന ഭാഗമല്ലേ അത്. പേടിക്കാനൊന്നുമില്ല. ഇവിടെ പോയി നമുക്ക് ഈ പ്രേതത്തിലും ജപ്തിയിലും പിശാചിലും ഒരു പേടിയുമില്ല. കാരണം എന്റെ കയ്യിൽ പാവം നഴ്സമ്മ വല്ലാതെ പേടിച്ചു. പോയ കാര്യം എന്തായി? പോലീസ് നാൻസി പഴയ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കാം. പോലീസുകാര് നാൻസി ശരിക്കും ഉപദ്രവിച്ചാണോ അല്ലേ? ഇപ്പൊ അസുഖം എങ്ങനെയുണ്ട്? തൽക്കാലം പേടിക്കാനൊന്നുമില്ല. പക്ഷെ എത്ര പെട്ടെന്ന് അവിടെ മാറ്റിയേ പറ്റൂ. മറ്റന്നാളാണ് ഓപ്പറേഷൻ. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ എളുപ്പം ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാവും. ആശുപത്രിയിൽ പോലീസ് ആവുന്നുണ്ട്. എങ്ങനെയെങ്കിലും നാൻസി അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സമാധാനമായിരിക്കും. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. ചിലപ്പോ മേഴ്സിയുടെ സഹായം നമുക്ക് വേണ്ടി വന്നേക്കും. ഞാനെന്താ ചെയ്യണ്ടേ? പറയാം. സാർ പറഞ്ഞിട്ട് വന്നല്ലേ? എന്നിട്ടാ സാർ? അതെ. വേഗം കുട്ടിക്കോളൂ. അതാ റെഡി. നാൻസിനെ ബാത്റൂമിലേക്ക് മാറ്റി. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. റിസ്ക് എടുക്കണ്ട. മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തേക്കും. Come on, quick. Oh. നമ്മൾ 5 മിനിറ്റ് വൈകിപ്പോയി. പെരേരയുടെയും ബെന്നിയുടെ ആൾക്കാർ അവളെ കൊണ്ടുപോവുക. ഇതാ മറ്റേ പെരേരയുടെ ആൾക്കാരാണ്. ജീവൻ പോയാലും ശരി, ഇവൾ അവരുടെ കയ്യിലാകപ്പെടാൻ പാടില്ല. എങ്ങോട്ട് കൊണ്ടുപോകുന്നു? പേഷ്യന്റിനെ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഹോസ്പിറ്റലിലേക്ക്. ഓഹോ, വേർ ഈസ് യുവർ ഓതറൈസേഷൻ? ഇത് ചോദിക്കാൻ നിങ്ങളാരാ? ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നവരാ. എവിടെ നിങ്ങളുടെ ഓതറൈസേഷൻ? മൂവ് ബാക്ക്. ബാക്കിലോട്ട്. ആ വലുത് കന്നാ കശപ്പ്.
எப்படி പ്ലീസ്. ഒരു പ്ലീസും ഇല്ല. ധൈര്യമായി നിങ്ങൾ ഈ കുട്ടിയെ മിഷൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ. CI ബാലേന്ദ്രനായി പറയണേ. ഈ കുട്ടി എന്തുമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. നിങ്ങളെ തടയാൻ വരുന്നവരുടെ മുട്ടുകാലി ഞാൻ തല്ലുപിടിക്കും. പതുക്കെ ഞാനിവിടെ ഉണ്ടോ. അതൊന്നും വേണ്ടെന്ന് ഇനി താൻ കേറി കേറി അടച്ചോ. അങ്ങോട്ട് കേറി നിക്കപ്പാ. താങ്ക് യു സാർ. നീ എവിടേക്കാ ആശുപത്രി പോണേ? പോവാൻ കൊല്ലും ഞാൻ. സർ പെരേര Don't move.
വെരി ഗുഡ്. നൗ ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇനി കുറച്ച് ദിവസത്തേക്ക് അധികം സ്ട്രെയിൻ ചെയ്യാതിരുന്നാൽ മതി. പ്ലീസ് ടേക്ക് കെയർ ഓഫ്. യെസ് ഡോക്ടർ. ചിപ്പിച്ചായൻ കരയരുത്. ഇച്ചാൻ സന്തോഷത്തോടെ പോണത്. പിന്നെ നാൻസിക്ക് ഞാനുണ്ട്. വിഷമിക്കണ്ട. പെരേരയെ പിടിക്കാൻ സഹായിച്ചതുകൂടി കണക്കിലെടുത്ത് ഒരു ചെറിയ ശിക്ഷ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അതെ, കുസൃതി കാണിച്ച അച്ഛനമ്മമാരും മക്കളെ ശിക്ഷിക്കാറില്ലേ, അതുപോലെ ചെറിയൊരു ശിക്ഷ. മുരുക, എനിക്ക് എന്റെ ജോലി തിരിച്ചു കിട്ടി, ദാറ്റ് ടു വിത്ത് പ്രൊമോഷൻ. പിന്നെ സ്വാമിയുടെ മനസ്സ് പറയുന്നു, ജോസിക്ക് അധികകാലം ജയിലിലെ സാപ്പാട് കഴിക്കേണ്ടി വരില്ല. തിരുപ്പതി വെങ്കടേശ്വരൻ അനുഗ്രഹിക്കും. ദാ. ആ.